ഇത് അടിക്കുന്ന മറ്റേ വേനുണ്ടാവേ അല്ല ഞാൻ ചോദിച്ചത് ഇങ്ങനെ അടിച്ച എടാ ഇങ്ങനെ അടിച്ചാ പോലെ നോക്കിയല്ലേ തമാശ അടിക്കല്ല. ഞാൻ അതാ പറഞ്ഞത് നമ്മൾ ചലഞ്ചിന് മാത്രം കുറച്ചേരം അടിച്ചാൽ മതി. ഇത് നല്ല വേനെടുക്കുന്ന സാധനം. ഇതെന്താ സംഭവം കറക്കട്ടെ എന്നാലും ആയാ പിന്നെ കറക്റ്റ് ആദ്യം അവർക്ക് ട്രെയിൻ എങ്ങനെയാണെന്ന് കാണിക്കുക. അതിന്റെ മുമ്പ് വേറെ കുറച്ച് സാധനം കാണിക്കാണ്. എടുത്തു നമ്മളെ ഫുഡ് ഗൈസ്. അപ്പോൾ ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് ഉണ്ട്. ലെഫ്റ്റ് മറ്റേത് ഈ അമ്പുബില്ലിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിപ്പോൾ മുട്ടായിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ബനാനയുണ്ട്, കയ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇല്ല വേണ്ട, ആ സമയത്ത് ചലഞ്ച് ഇവർ അപ്പോഴും മനസ്സിലായിക്കോളും. തുടങ്ങാൻ പോവുകയാണ്. ജാസിയുടെ കണ്ടുപിടുത്തം എന്താണോ നമുക്ക് നോക്കാം. എടാ ഇപ്പഴേ അടിക്കല്ല. അല്ല ഇത് അടിക്കാനുള്ളതല്ലേ കൂടി ഇതായി നീയല്ലേ പറഞ്ഞ അടിക്കണോന്ന്. നിക്ക് ഒരു മിനിറ്റ്, ഇത് ഇവിടെ വെക്കട്ടെ. കറക്കാനായാ? അയ്യോ അയ്യോ അയ്യോ. അപ്പോൾ ഗൈസ് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കറക്കാൻ പോവാണ്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്. അതായത് സ്പിന്നിങ് ബോൾ ഏതായിരിക്കും വരിക എന്നുള്ളത്. അത് 2 സാൾട്ട് 3 ഷുഗർ, ഇല്ലെങ്കിൽ എന്താ പറയുക നോ എക്സ്പ്രഷൻ ചലഞ്ചാണോ വരിക, ഇല്ലെങ്കിൽ പിന്നെ റബ്ബർ ബാൻഡ് ചലഞ്ചാണോ വരിക, ഇല്ലെങ്കിൽ പിന്നെ എന്താ ലെറ്റർ ചലഞ്ച് ആണ് വരിക. ഇങ്ങനത്തെ കുറച്ച് ചലഞ്ച് ഇല്ലേ? അല്ല ഇവരോട് ചോദിക്ക്, അവര് പറയുന്നത് തന്നെ വന്നു കഴിഞ്ഞാലോ. കാരണം ഇത് മറ്റേ ഇതില്ലേ ഗാംബ്ലിംഗ് പോലെ അല്ലേ, അത് വന്നു കഴിഞ്ഞാൽ അവർക്ക്. ഓക്കെ, അപ്പൊ എന്തായി കഴിഞ്ഞാലും അത് നിങ്ങൾ ഇട്ടോ. നിങ്ങൾ ഇടുന്നത് ഇത് ശരിയാണോ നോക്കട്ടെ. ഓക്കെ, ഇടാൻ സമയം കൊടുക്കണ്ട. കറക്കെന്നാല് കറക്കട്ടെ. ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കറക്കിക്കോ. ഇത് വന്ന് നിൽക്കുമ്പോ നീ അത് ചെയ്യണോ? നീ കറക്കിയിട്ട് വന്ന് നിൽക്കുമ്പോ നീ ചെയ്യണോ? അല്ല, അത് ചലഞ്ച് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റും. കാരണം ചില ചലഞ്ചിൽ 2 ആൾ ഇൻവോൾവ്ഡ് ആണ്. ഇല്ലേ വേണ്ട, നമുക്ക് 2 ആൾക്കും ചെയ്യാലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 2 പേരും ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ. തുടങ്ങാണ് മുനവ്വിറേ, തുടങ്ങാണ്. ഓക്കെ ഓക്കെ, കാണുന്നില്ലേ? കറക്കട്ടെ റാംബോ. നിക്ക്, ഇത് തിരിഞ്ഞ് വീണോ അതിരുന്നാ മതി, എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാ. ഓക്കെ, ഇത് കൊള്ളാല്ല, കാറ്റ് വരുന്നുണ്ടല്ല. ഇത് എന്താ? നോ എക്സ്പ്രഷൻ ചലഞ്ച്. നോ എക്സ്പ്രഷൻ ചലഞ്ച് ആണോ ഗൈസ്? നമ്മള് ചലഞ്ച് എടുത്തു ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവ ഇത്രയും കറക്കി എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ചലഞ്ച് നോ എക്സ്പ്രഷൻ ചലഞ്ച് ആണ്. അപ്പൊ എന്തായി കഴിഞ്ഞാലും എനിക്ക് ആദ്യം നിങ്ങൾ പറ. നോ എക്സ്പ്രഷൻ ചലഞ്ച് ഞാൻ എന്താക്കാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിവരിച്ചു തരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് കയ്പൊക്കെ ഉണ്ട്, പഴമൊന്നും കൊടുക്കണ്ട, പഴത്തിനൊന്നും നമുക്കിതില്ല. ഓക്കെ, ഈ 2 സാധനങ്ങൾ മാത്രമേ നമ്മൾ നോ എക്സ്പ്രഷൻ ചലഞ്ചിൽ എടുക്കുന്നുള്ളൂ, കയ്പയ്ക്കും ചെറുനാരങ്ങയും. ഓക്കെ, ഈ കയ്പയ്ക്കും ചെറുനാരങ്ങയും പിന്നെ കഴിച്ചിട്ട് ഒരു രീതിയിൽ എക്സ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല. പിന്നെ കയ്പൊക്കെ കടിക്കുന്ന സമയത്ത് ഒരു കയ്പക്ക ഒരു വായു വണ്ണത്തിൽ കടിക്കണം. ചെറുനാരങ്ങയും ഇതേപോലെ മൊത്തത്തിൽ വായിലിട്ട് കടിക്കണം. കടിച്ചിട്ട് ഓരോ എക്സ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നീ എനിക്ക് പറ്റുമെങ്കിൽ മാത്രം ഇരുന്നാൽ മതി. ഞാൻ സീരിയസ്ലി പറയാ, എനിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അടിപൊളി ഞാൻ ചെയ്യും. ശരി, ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആര് ചെയ്യണം? ജാസി ഓർ റാംബോ? ഫസ്റ്റ് ആരാ ചെയ്യണ്ടേ? പറ. ആര് ചെയ്യണം? ജാസി. എടാ ഇതില് ഫോളുണ്ട ആവശ്യമില്ല, കുറെ ആൾ തന്നെ പറയും. ഓക്കെ, ജാസി. നിക്ക്, ഇത് വേറെ ചലഞ്ച്. ആ ചലഞ്ച് ഇപ്പോഴേ നിങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇതാക്കാം. ശരി, ഓക്കെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് മാറ്റാം. ഞാൻ ഓറിയോ എന്നാ. എന്തോന്ന്? ഓറിയോ തിന്നാൻ വേണ്ടിട്ടല്ലേ ചലഞ്ച് നീ സെറ്റാക്കി വെച്ച മോനെ. അതില് തക്കാളി ഒന്നും നീ തിന്നണ്ട. നീ തക്കാളി തിന്നാ മോനെ. ഞാൻ പറഞ്ഞു എടാ ഇത് അടിക്കല. ഓക്കെ ഗൈസ്, ഇതാ നോക്കിക്കോ. ഞാൻ ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചു. സംസാരം നിർത്തി ജാസി, തിന്നേ. നീ എന്താ നീ തിന്നാതിരിക്കാൻ വേണ്ടിട്ട് ഓരോ പുതിയ അഭിനയം കൊണ്ട് ഫസ്റ്റ് പാവയ്ക്ക. ഇത് ഒരു വണ്ണത്തി കടിക്കണം. നീ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കടി. ഇത് ഇതിന്റെ അറ്റ ഇത് പൊട്ടിച്ചാട്ടെ. ഇത് വേണ്ട, അത് പൊട്ടിച്ചോ. കയ്പൊക്കെ വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കിയ പോലും കഴിക്കാത്ത ആളാണ്. മെൽവിനോട് പറഞ്ഞു എക്സ്പ്രഷൻ ചലഞ്ചാണ്. എക്സ്പ്രഷൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഇവ ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അടിക്കും. അതുണ്ട്. കഴിഞ്ഞാല് ഇതിനെ കൊണ്ടോ ആ വെള്ള സാധനം കൊണ്ടോ ഇവിടെ 2 അടിയുണ്ട്. അത് ഏറ്റവും അങ്ങനെ തയ്യാറാണ്. നിനക്ക് അപ്പം അടിക്കരുത്. ഇത് തിന്ന് ഇതിന് 2 അടി, ഇതിന് 2 അടി, അങ്ങനെയാണ്. ഓക്കെ,
ഓക്കെ തിന്നട്ടെ ഗൈസ്. ആ പോരാ, കേറ്റ് വായി കേറട്ട്. പഴമാണെങ്കിൽ കുറെ കേറുമല്ലോ, കുറെ കേറ്റടാ. കേറ്റ് ജാസി. തിന്നടാ. സോറി അല്ല ഞാൻ തിന്ന പിന്നെ ഞാൻ അല്ല ഒന്നും കൂടി ഒരു ചാൻസും കൂടി. എടാ നീ അതാ തിന്ന്. എടാ അല്ല വേണ്ട, രണ്ടടി ഓൾഡ് എനിക്ക് കിട്ടി. എടാ വേണ്ട തിന്ന്. എടാ തിന്നടാ. ഇറക്കടാ. ഇതൊന്നും പറ്റൂല. എന്ത് ബക്കറ്റ് വെള്ളമൊന്നുമില്ല. തിന്ന്. എന്ത് ഇവനായിട്ട് കണ്ടുപിടിച്ചോണ്ടെന്ന ചലഞ്ച് ആയിരുന്നു എന്നെ കൊണ്ട് തിന്നിക്കാൻ വേണ്ടി. തിന്നടാ. എന്തോന്ന് ഛർദിക്കാ നീ? തിന്നടാ. തിന്ന്. ഛർദിക്കാൻ പറ്റൂല. ഇവരെ കൊണ്ട് ഇതൊന്നും പറ്റൂല. എടാ ഇത് സത്യം പറഞ്ഞ് വിചാരിച്ച പോലല്ല. ഞാൻ ഇത് പാവയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് തിന്നിട്ടുണ്ട് മോനെ. ഹെൽത്തി പാവയ്ക്കൊക്കെ ഒരുപാട് തിന്നിട്ടുണ്ട്. എന്നാ നിക്ക്, ചെറുനാരങ്ങ അടുത്ത് നിന്നാ. നീ ഒന്ന് പാവക്കെന്നാ ഒന്നിങ്ങോട്ടോ. അല്ല ഞാൻ തിന്നായില്ലല്ലോ. അല്ല ഒന്നിങ്ങോട്ട് അല്ല ഞാൻ തിന്നായില്ലല്ലോ. നീ ഇതിന്റെ മുമ്പ് ഒരു പ്രഖ്യാപനം ഉണ്ടായി, രണ്ടാളും ഒരേപോലെ ഏറ്റെടുക്കണം. ഹോട്ട് സീറ്റിൽ ഒന്ന് റാമ്പോ ഇരിക്കും. ഹോട്ട് സീറ്റ് ഇരിക്കണേലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്തിനെന്നറിയുമോ, ഞാൻ തിന്നാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ അവര് പറയട്ടെ. ഗൈസ് ഞാൻ സത്യം പറഞ്ഞ് തിന്നാന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം ആവൂല. ഇതെന്തോ ഒരു ഞാൻ ഹെൽത്തി ഒക്കെ ആണെന്നല്ല കുറെ ആൾക്കാർ എന്റെ ജീവിതത്തിൽ ഞാൻ തിന്നില്ല. അങ്ങനെയാ അതല്ല ഈ ചലഞ്ചിൽ ഗൈസ് റാംബോ കഴിക്കണം വേണ്ടി. ഇത് സംഭവം എന്താ അറിയോ, ചലഞ്ചിൽ രണ്ടാമത് പാർട്ട് ഉണ്ട്. അങ്ങനത്തെ ചലഞ്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എടാ എനിക്ക് മാത്രം ഇത് വന്നിട്ട് പിന്നെന്താ റാംബോ ഏറ്റവും കൂടുതൽ അല്ല യെസ് ഉണ്ട്. ഇതാ ഇവന് പല പരിപാടി എടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇതേപോലെ പറഞ്ഞിട്ടാ ഞാൻ തിന്നു. എന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ റാംബോ ചെയ്യേണ്ട. റാംബോ പാവം. എവിടെടാ എവിടെ എപ്പോഴോ 100ന്റെ നടുവിലൊന്ന് വന്നിട്ട് എവിടെടാ. അല്ല അങ്ങനെ ഉണ്ട്. നീ നോക്ക് തിന്ന് റാംബോ. നോക്ക് ഇത്ര യെസ് വന്നിട്ട് നീ തിന്നാണോ വളരെ മോശം. റാംബോ നീ തിന്നേ പറ്റില്ല. എന്നാ പിന്നെ എന്നാ ശരി ഞാനും ഇനി ചലഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അല്ലടാ ഇത് എനിക്ക് വന്നില്ലല്ലോ. എനിക്ക് എടാ എത്ര യെസ് ആടെ വരുന്നത് നോക്കടാ. റാംബോ കറക്കാനാ പറയണം. എടാ കറക്കാനല്ല, ഈ ഗെയിംസിൽ എല്ലാ ഗെയിംസും രണ്ടാൾ പാർട്ടായിട്ടുള്ള ഗെയിംസുകളാ. ഇതാ 2 ചെറുനാരങ്ങ ഉൾപ്പെടെ ഉണ്ട്. നിക്ക് ഇതാ തിന്ന്. ഒന്നടുത്തിരുന്ന മോനെ, ഒന്നടുത്ത് എന്റെ ചക്കര മുത്തുമണി ഒന്നടുത്തിരുന്ന. ഒന്ന് ക്യാമറയൊക്കെ നോക്കിയിട്ട് ഒന്ന് തിന്നെ. ഒരു മിനിറ്റ് ഈ സാധനം ഒന്ന് ബാക്കോട്ട് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ അടിക്കുമ്പോ ഒരു സുഖം കിട്ടൂല. എനിക്ക് കിടക്കാനല്ല ഇല്ലെങ്കിൽ നിന്റെ മേത്ത് കൊള്ളൂല. ഓക്കെ തിന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാനും അധികം നോക്കിയിട്ടൊന്നുമില്ല. നിക്ക ഞാനും തിന്നീന്. സമ്മാനം ഉണ്ടോ? സമ്മാനം ഉണ്ടെങ്കിൽ ഞാൻ ഒരു എക്സ്പ്രഷൻ ആയിട്ട് തിന്നൂലേ. സമ്മാനം ഒന്നുമില്ല. സമ്മാനം വെച്ചാൽ അടിയാണ് എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ മുത്തേ എന്റെ മോനെ എനിക്ക് എങ്ങനെയാണ് നോ എക്സ്പ്രഷൻ ചലഞ്ച് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയ കഷ്ണ. ഇത് നോക്കണോ വായില്ല കഷ്ണം ചെറിയ. എന്നാ ശരി ഓക്കെ തിന്ന് എന്താ ഇറക്ക് എക്സ്പ്രഷൻ. ഒരു രീതിയിൽ എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. എക്സ്പ്രഷൻ ഇടരുത്. ഇറക്ക്. ചവച്ചിട്ട് ഇറക്കണം. ഒറ്റയടിക്ക് ബുദ്ധിമുട്ടില്ല. നിന്റെ തൊള്ളയും തൊണ്ടയൊക്കെ വലുതാണ്. എക്സ്പ്രഷൻ വന്ന അടിയാണേ. എന്താണ് ചിമ്പാൻസി അടി കൂടാൻ പോകുന്നതിന് മുമ്പ് ഇടുന്ന എക്സ്പ്രഷൻ ഇടുന്നത്? കഴിക്ക് മോനെ. ഞാൻ അവിടുന്ന് കഴിക്കും ഭയങ്കര ആവേശമാണല്ലോ. അല്ല
അല്ല ഇത് എക്സ്പ്രഷൻ മാറുന്നല്ല എനിക്ക് അടിച്ചൂടെ എന്നാ ഓക്കെ 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 ആയിക്കോട്ടെ മോനെ എടാ ഒരു ഇത് കൊണ്ടു വെച്ചു സത്യം ഷാദി ഓക്കെ 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 എന്റെ ഊന്ന് കഴിഞ്ഞ വായി കാണിച്ചേ ഒരു ഊയൊന്നുമില്ല വായി തുറ വായി കാണിക്ക് വായി കാണിക്കടോ വായി തുറ മോന്റെ അണ്ണാക്കിൽ വെച്ചിട്ട് എക്സ്പ്രഷൻ ഇതിനെങ്ങനെ അടിക്കേണ്ടത് ആ എന്തോ എക്സ്പ്രഷൻ ഇട്ട് നീ ചിരിക്കുന്നിട്ട് അന്നോരടി തിന്നടാ തിന്നടാ കുത്തി കയറ്റിന എന്റെ വായിലേക്ക് ഇവൻ ഇന്ന് ഇവിടുന്ന് എണീച്ച് പോണ്ട ഇവന് തിന്നിട്ട് ഇറക്കിയിട്ട് പോയ ഇറക്കറാകുമ്പോ ഇറക്ക് ഇറക്കട ഇറക്കിയാ എനിക്ക് വായിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇറക്കി നീ എത്രത്തോളം വായിൽ വെക്കുന്നു അത്രത്തോളം കയ്പ്പ് നാവിലേക്ക് ഇറങ്ങും നാവിൻ്റെ രുചിക്കുമ്പളിലേക്ക് കയ്പ്പ് ഇറങ്ങും ഒന്നെങ്കിൽ വേഗം ബുദ്ധിങ്ങിക്കോ എന്തെങ്കിലും തിന്നോ പൊട്ട വലിയ ഓവറാക്കി ഇതാ കണ്ടില്ലേ അതിൽ ഫെയിലായി ഇതാ ഇന്നലെ മമ്മും ഷമീറും കൂടി സ്ലാപ്പിംഗ് ചലഞ്ച് വായിൽ വെള്ളം ഒഴിച്ച ചലഞ്ച് അതിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ ഗൈസ് അങ്ങനെ ഞാനും റാംബോ ഫെയിലായിട്ടുണ്ട് അടുത്തൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ചെറുനാരങ്ങ ഉണ്ട് ഇവിടെ ചെറുനാരങ്ങ സത്യം പറയാം സീരിയസ്ലി ഞാൻ പറയാം ഒരു രീതിയിൽ എക്സ്പ്രഷൻ ഉണ്ടാവില്ല ഇതെൻ്റെ വാക്കാണ് ഇത് ഈ വാക്ക് തെറ്റിച്ച റാംബോനെ രണ്ടടിക്കുമ്പോൾ ഒരു 4 അടി അടിച്ചോട്ടെ എടുത്തു ഇതാ പറഞ്ഞത് സ്പിൻ ചെയ്യണം പിന്നെ ഞാൻ ജയിച്ചില്ലേ മുത്തേ ഞാൻ ജയിച്ചില്ലേ നിങ്ങൾ പറ ആരാ ഏറ്റവും കൂടുതൽ നേരം പിടിച്ചിരുന്ന ആരാ വായിൽ വെച്ച് ഞാൻ ചവച്ച് അതിന് ഇറക്കാൻ നോക്കി ഞാൻ കുറച്ച് ഇറക്കി ഗെയിം എന്താണെന്നറിയോ നോ എക്സ്പ്രഷൻ ചലഞ്ച് അല്ലാണ്ട് നോ ഡ്യൂറേഷൻ ടൈമിംഗ് അങ്ങനത്തെ ചലഞ്ച് ഒന്നല്ല ഇനി നാരങ്ങ എന്തായാലും എക്സ്പ്രഷൻ നമ്മൾ ഒന്നും ഇട്ടില്ല അടുത്ത കറക്കാം അടുത്തതായിട്ട് സ്പിൻ ബോർഡ് കറക്കാൻ വേണ്ടി നമ്മളെ MRC ഗാങ്ങിന്റെ ബോഡി ഗാർഡായ റാംബോ ക്ഷണിച്ചോടുന്നു നിൽക്ക് ഒരു മിനിറ്റ് ഈ സാധനമൊക്കെ ഒന്ന് ഇത് ടൈറ്റ് ആക്കി വെക്കട്ടെ എന്താ റീസൺ അല്ല ഗൈസ് ആ നിക്ക് സ്പിൻ ചെയ്യാ ആരെ ജയിച്ചെന്ന് പറ മത്സരാർത്ഥി വിജയിനൊന്ന് നിങ്ങൾ പ്രഖ്യാപിച്ച ഓക്കെ അത്രേ ഉള്ളൂ അവര് കറക്റ്റ് ആയിട്ട് കാര്യം പറയണം അവര് നിന്നെ പോലെ അല്ല എന്തിന് പോളിന്റെ ആവശ്യമൊന്നുമില്ല റാംബോ വിന്ന് മുത്തേ അതാണ് ഓക്കെ എന്നാ ശരി അത് റാംബോ കൊടുക്കാം നെക്സ്റ്റ് ഇതിമലെല്ലാം ആക്കി വെച്ച് എടുത്തു തോർത്ത് ഓന്റെ കയ്പൊക്കെ തുപ്പിയിട്ട് നിക്ക് ആയാ എന്റെ അല്ല നിക്ക് ഗൈസ് ഈ ചലഞ്ച് ഒന്ന് മാറ്റാൻ പറ്റുമോ ഇത് മാറ്റാം അല്ല വാക്സ് ഈ സാധനം ഇത് രോമം മോന്റെ പേരുണ്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ മുഖത്ത് തേക്കും ഇവിടെ ഇത് വാക്സ് മറ്റേ മുടിമ തേക്കുന്ന സാധനമല്ല പിന്നെ ഇത് രോമം പറിച്ചെടുക്കുന്ന സാധനം പറിച്ചെടുക്കാൻ ഷേവ് ചെയ്താൽ പോരെ എടാ ഇതൊരു തുണി പോലത്തെ സാധനം ഒരു മറ്റേ പേപ്പറാണ് ആ പേപ്പർ ഒട്ടിച്ചിട്ട് ആ പശ അടക്കം ഇതാക്കൂ മാറ്റട്ടെ സ്പിന്നെ മാറ്റട്ടെ എന്താ മാറ്റട്ടെ വേണ്ടാന്നല്ലേ വേണ്ടാന്നല്ലേ അപ്പൊ ഒന്നും കൂടി ചലഞ്ച് ഇട്ട് ചെയ്യണോന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് വേറൊരു ഒന്ന് സ്പിൻ ചെയ്താലോ നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് സ്പിൻ ചെയ്താലോ എടാ വിചാരിക്കുന്നവരല്ലേ കുറച്ച് എനിക്കില്ലല്ലോ നിനക്കല്ലേ നിനക്കെന്തില്ല എനിക്ക് രോമയില്ല നിക്ക് ഇതിൽ ഫസ്റ്റ് റാംബോ ഒന്നില് മറ്റേ ബാധ്യതയൊന്നുമില്ല ഗൈസ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് ഉണ്ടാക്കാതെ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കണം വലിക്കുമ്പോഴത്തേക്ക് വിളിക്കാൻ പാടില്ല വിളിക്കുന്ന വെള്ള സാധനം എടുത്ത് ഒരു വെള്ള സാധനം ഉണ്ടായില്ല ഇവിടെ അടിക്കുന്നത് നോ ചേഞ്ച് നോ സ്കിപ്പ് മുത്ത എവിടെ ഒട്ടിക്കണം ഇല്ല എന്നാ ശരി സ്കിപ്പ് ചെയ്യുന്നില്ല എവിടെ ഒട്ടിക്കണം പറ ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഒട്ടിച്ചെടുക്കേണ്ടത് പക്ഷെ ഇവിടെ ഓനക്ക് രോമല്ല എനിക്ക് രോമല്ല എവിടെ എനിക്കില്ല നോക്കട്ടെ ഇല്ല എവിടാ ചെയ്യണ്ടേ നിങ്ങൾ പറ നെഞ്ചത്ത് എന്റേത് ഓന്റേത് രോമല്ല പിന്നുള്ളത് കാലും കൈയും മാത്രമേ ഉള്ളൂ ഫോൺ ഇതാക്കിയ അപ്പൊ പിന്നെ പാൻറ്റൂരണ്ടേ അതൊന്നും പറ്റൂല നീ എന്താ പറയുന്നടാ ഇത് ഫാമിലി ഓഡിയൻസ് കാണില്ല അതിന്റെ ഉള്ളിൽ ഫാൻ്റെ ഊരിട്ട് ചെയ്യല് എന്താ
ലെഗ് തൊട നീ ഒരു ഒന്ന് പോളിട്. അതായത് പിന്നെ എന്നാലേ തിരി. ഇത് കുറേ ആൾക്കാർ മിക്സഡ് ആയിട്ട് പറയുമ്പോൾ തിരിയില്ല. അതായത് പിന്നെ എന്താ ഇടുക, ബാക്ക് ചലഞ്ച്, പിന്നെ ഹാൻഡ് ഓർ ലെഗ്. മോനെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലേ, അതൊന്നും ഒരു രീതിയിലും ചെയ്യാൻ പറ്റൂല കേട്ടാ. ബോക്സറാ ഞാൻ. പക്ഷെ ഇത് ഇങ്ങോട്ട് പൊന്തിക്കാം. ഇതില് അറബി കഥയൊക്കെ ഉണ്ട്. തൊടയിൽ ഓൾറെഡി രോമം എടാ അത് പറ്റൂല. എടാ അതെന്തായാലും പറ്റില്ല. കാരണം ഫാമിലി ഓഡിയൻസ് നമുക്ക് ടി വി കാണുന്നതാണ്. ഇല്ല, നിങ്ങൾ പറയുന്ന ആ പാർട്ടിന് സ്പീക്കറിന് കൂടുതൽ വോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എടുക്കൂല കേട്ടാ. സ്പീക്കറിൽ കൂടുതൽ വോട്ട് വന്നാലും നമ്മൾ എടുക്കൂല. നമുക്ക് പാക 2 ഇതേ നമുക്ക് ചൂസ് ഉള്ളൂ. തൊട, കാല്, കൈ. തൊടയിലൊട്ടിക്കാൻ നിക്കൊരു പറയട്ടെ, നീ ഇതിട്. ഇതിനെ പോളിടണോ? സ്റ്റാർട്ട് പോളിട്. ഇത് കൊടുക്ക, ടോപ്പിക് കൊടുക്കുക. എന്താ കൊടുക്കുക? ബാക്ക് ചലഞ്ച്. ഓക്കെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനായില്ലേ? ഇത് എവിടുന്ന പറിക്കുക? ഇതിൻ്റെ കുറേ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് ഫുള്ള് പറിക്കണം. 1-2 കിട്ടും. നിക്ക് ഇട്ടാ തൊടാ, ലെഗ് അല്ല, ഇത് ഇട്ടറാ. കൈ 50 കൈ തൊടയാ. ചെയ്യണ്ടേ? കണ്ട നിന്റെ ചലഞ്ചിനാ പറയണ എല്ലാ ഇതാ. അപ്പൊ വോട്ട് ഇത്രയും പറഞ്ഞതോ? തൊടയിൽ 75% ആൾക്കാര്. ഓക്കെ എന്താ ചെയ്യാ. അപ്പൊ റാംബോ ഫസ്റ്റ് ഇരിക്കട്ടെ. മോനെ ഇരുന്നോ. ഒരു ചലഞ്ചിൽ, കഴിഞ്ഞ ചലഞ്ചിൽ ഞാനാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ ചലഞ്ചിൽ നീയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് കാണുന്ന. നീക്ക് വേറെ തുണി എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ അടിയിൽ എന്താ? ബോക്സറാ? എന്നാ നീ അങ്ങോട്ടൊന്ന് മാറി നിന്നിട്ട് ഒന്ന് ഇതാക്ക്. ഞാനിങ്ങനെ പൊന്തിച്ചാൽ മതി. അത് ഞാൻ എൻ്റെ സമയമാകുമ്പോൾ അങ്ങനെ പൊന്തിച്ചോളൂ. ഓക്കെ ഇതാ. ഇതിൽ എത്രണ്ണം? ഇതിപ്പോ ഒരാൾക്ക് എത്രണ്ണ? പിന്നെ ഇതിൽ മൊത്തം ഉള്ളത് ഒരു മിനിറ്റ്. എടാ ഇതിലെന്തോ ഒരു സാധനം ഉണ്ട്. ഇത് ഉപയോഗിക്കണ? അതെന്താ? ഇതെന്താ? ഇത് പേപ്പറാ? ഗൈസ് ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിലെ? എന്താ? പറ സ്കിപ്പ് ഗമ്മ്. ഇത് സ്കിപ്പ് ഇതാക്കണോ? വറുക്കണോ? ചലഞ്ച് വന്ന് ചെയ്യാം. ബാ 3 ഒരാൾക്ക് 3 എന്നുള്ളതാണ് കുറെ വരുന്നത്. ഓക്കെ ഇരിക്കേ. സമയങ്ങള് വെറുതെ ഇതാക്കല്ല. ഇരുന്നിരുന്നാ മോനിരുന്ന നീ ഒന്ന് ഇരിക്കുക. അപ്പോഴേ തിരിയൂ. ഇത് പൊന്തിക്ക്. ഇത് ഫുൾ പൊന്തിച്ച. ഇത് ഇതൊന്ന് ഇത് ഇത്ര പൊന്തു. ഇത് മാക്സിമ നിക്ക്. ഗൈസ് ഇതാ ചെയ്യുന്ന ഈ താന്ന് കൂടുതൽ. ഓക്കെ ഇങ്ങനെ നിന്നിട്ട് ഇല്ലെങ്കിൽ വേണ്ട. നിക്ക് ഒരു കാര്യം ചെയ്യല്ല. ഇങ്ങനെ എന്നാ മതി. കട്ടിൽ എടാ അത് ഇല്ല, കറക്റ്റ് കിട്ടൂല. നീ ഒരു കാര്യം ചെയ്താ ഇതിങ്ങനെ വെച്ചിട്ട് ഇമ്മ കാല് വെച്ചാൽ മതി. അപ്പൊ കറക്റ്റ് കിട്ടിക്കോളും. ഇങ്ങനെ വെച്ചാ കാല് വെക്ക്. ഇവിടെ കാല് വെക്ക്. ഇവിടെ ഇരുന്നിട്ട് ക്യാമറ സൂം. ഒരാൾക്ക് എത്ര? 3 എണ്ണല്ലേ മൊത്തം ഉള്ളത്? 1 എന്താടാ? 1 2 3 4 എണ്ണേ ഉള്ളൂ. ആ 2 മതി. അപ്പൊ 2 ഗൈസ് ഉള്ളതുകൊണ്ട് ഒപ്പിക്കാട്ടെ. 2 ആണ് നമ്മൾ എടുക്കുന്നത്. നീയൊക്കെ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയപ്പോ സന്തോഷം. അവിടെ ഇരിക്കാൻ പറ്റൂല, കുറെ ദൂരമാണ്. പറ്റില്ല. നീ ഈടിരിക്കും. കാല് മോള് പൊന്തിച്ച് വെച്ചാ മതി. നീ കാലും വെച്ചാ നിക്ക്. ഇല്ല കാല് മതിയാ. ഗൈസ് ഈ ഗമ്മ് തേക്കണം. എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. ഇതിലെന്തോ ഇത് തേക്കണടാ. ഇതിലൊന്നും ഇല്ലേ? എല്ല് പറഞ്ഞു നീ ഇങ്ങനെ ലാഗാക്കാതെ ലാഗല്ല. ഈ സാധനം ഇങ്ങനെ ചെയ്യാൻ തിരിയണ്ടേ? ഇത് ഇങ്ങനെ ഡയറക്റ്റ് വെച്ചാൽ മതി. ഓക്കെ ഇതാ ഗൈസ് റാംബോന്റെ കാലില് വാക്സ് ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് മുടിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഇല്ലടാ. ഇത് സംഭവം എന്ന് വെച്ചാൽ വലിയ വേദനയും പരിപാടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സംഭവം നൈസാണ്. വേദന പരിപാടി ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് വളരെ നല്ല സ്മെല്ലിട്ടാ. നല്ല സ്മെല്ലാണ്. ഷാമ്പൂവിന്റെ മണം. ഞാൻ പറയുന്നത് സുഖമുള്ള പരിപാടി. എന്താണ്? തേച്ച് കൊടുക്കണം. ഇതല്ലേ ഞാൻ ചോദിക്കുന്നേ. അപ്പൊ ചാറ്റിന് ഇതിങ്ങനെ തേച്ചാൽ മതി. അത് ലിക്വിഡ് ഉണ്ടാ? അത് തന്നെ. അപ്പോ ആദ്യമായിട്ട് ഇവന്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊടയിൽ നമ്മൾ ഇതാക്കാൻ പോണേ. ഈടാക്കട്ടെ. ഇത് വരുന്നുണ്ട് കേട്ടാ. വെള്ളം പോലത്തെ ഒരു സാധനം. എന്താ സാധനം? വെള്ളം പോലെയല്ലേ, ഇതെന്തോ എണ്ണ. നിക്ക് ഇവിടെ ഒന്ന്. നിക്ക്. ഇപ്പോഴേ ഈ സാധനം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ അപ്പൊ ഗൈസ് ബാക്ക് ചലഞ്ച് സ്റ്റാർട്ടിങ്. ഫസ്റ്റ് റാംബോ തൊട. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്ന വെച്ചാൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. അല്ല മാത്രമല്ല നമുക്കിത് ഒരു മസാജും കൂടിയാണ്.
നമ്മൾ കാരണം നല്ല ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നിനായി കഴിഞ്ഞാലും അപ്പൊ നീ മസാജ് ചെയ്യും? ഇല്ല, ഞാൻ മസാജ് ഞാൻ ചെയ്യല്ല, ഞാൻ പറയാ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. കാരണം നല്ല സുഖമാക്കപ്പെട്ട രീതിയിൽ ഇതെന്താക്കാൻ പറ്റും, സുഖമാക്കപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിനക്ക് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. മൊത്തം മഴവില്ല് സ്പാം 3 എണ്ണം മോനെ. മഴവില്ലൊന്നും ജാസിക്ക് ആവശ്യമില്ല, മഴവില്ലാരും ഇടും വേണ്ട. മഴവില്ല് എന്നെല്ലാം ജാസി വിരമിച്ചേന്. നിങ്ങളെ വീട്ടിലുള്ള അനിയന്മാരും പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിങ്ങൾ എങ്ങനെ ഇതാക്കുക അതേപോലെ തന്നെ നമ്മളും കാണുന്നുള്ളൂ. അല്ലാണ്ട് മഴവില്ലൊന്നും സ്പാൻ ചെയ്തൊരു കാലം. ഇത് എവിടെ വെക്കണം? ഇതെന്താ ഒരെണ്ണ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഒന്ന് പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇടയിൽ ഇട്ട് കൈ ഇട്ടിട്ടോ പിടിച്ചു വെക്കാനോ പാടില്ല. നീ എത്രത്തോളം ഇത് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം എനിക്ക് വേദന കൂടുകയല്ല. ഞാൻ മോനെ അങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഒന്ന് ഇത് എത്രത്തോളം ഇങ്ങോട്ട് വരും. ഓക്കെ, കുറച്ചും കൂടി വാ മോനെ, എൻ്റെ മുത്തും കട്ടം ഇങ്ങോട്ട് വന്ന, ഒന്നിങ്ങോട്ട് വന്ന. അല്ല, ഞാൻ ഇതിങ്ങനെ ഇരുന്നാ പോരെ? ഇത് ഓക്കെ, ഇത് വേണം, ഈ കാല് വെക്കണം. ഇതെങ്ങനെ ഇതിന്റെ സാധനം തിരി. ഓക്കെ, കാല് മാറ്റി, കാല് വെച്ച. ആർ യു റെഡി? ഓക്കെ, ഒന്ന് ചിരിച്ച ഒന്ന് ചിരിച്ച. എനിക്ക് ചിരിക്കണേന് എന്താ ബുദ്ധിമുട്ട്? പ്രശ്നമൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട് ഗൈസ്? നല്ല നിക്ക്. എന്താ നീ എന്താ ചെയ്യാൻ പോണ ഇപ്പൊ? ഇതിങ്ങനെ പറിക്കൂ, നല്ല സുഖ. നിക്ക്, ഞാൻ പറയുന്നേക്ക് നിക്ക് പറഞ്ഞിട്ട് പറിക്കണം. പറിച്ചിട്ട് കിട്ടുന്നില്ല ഇത്. പിന്നെ നിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ ആ സ്പിന്നിങ് ബോൾ ആ ചലഞ്ച് നമുക്ക് എന്തായാലും മാറ്റണേ. ഒന്ന് മാത്രം പറിക്കാം. ചലഞ്ച് കൊണ്ടുവന്നേക്കണേ. എടാ പെട്ടെന്ന് പറിച്ചോ, ഇല്ല വേന കൂടും. പെട്ടെന്ന് ഇരിക്കേ. നല്ല ഇതുണ്ട്. അടുത്ത രോമം അവിടെ വെളുത്തല്ലോ. അവിടെ വെളുത്ത് ഇതെന്താ വെളുപ്പ് വരുമോ? കറുപ്പ് പോയിട്ട് എല്ലാം അത് പറിച്ചോ. എന്ത് പറയും? എടാ വെളുപ്പ് വരും നിന്റെ. കരിമുട്ട പോലെ കറുത്ത് ചുണ്ടപ്പ് അടിക്കല. നിക്ക്. ഇതെന്താ സംഭവം? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യമില്ല. നീ ഇതെന്താ ഇത്? ഞാൻ ലൈവ് ചെയ്യുന്നില്ല. ഇതെന്താ ഇത്? അല്ല നിക്ക്. എടാ പൊട്ട, ഈ 2 എണ്ണം നീ എപ്പോഴായാലും പറിക്കണോ? ഇപ്പൊ പെട്ടെന്ന് എന്നാ ശരി. അപ്പൊ ഗൈസ്, അപ്പൊ എന്തായി കഴിഞ്ഞാലും നമ്മൾ നെക്സ്റ്റ് ചലഞ്ചിലേക്ക് പോവാണ്. പിന്നെ അടുത്ത സ്പിന്ന് ഇറക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ചലഞ്ചിലേക്ക് പോവാം. ഇത് പിന്നെ ഞാൻ കൂടെ വെക്കണോ? ഞാൻ ചെയ്യൂലേ, ഞാൻ അടുത്തതിലേക്ക് പോകും. ഞാൻ ചെയ്യൂല. നീ ഇവിടെ ഇരുന്ന്. അല്ല നിക്ക്. അല്ല, നീ ഇവിടെ ഇരുന്ന്. ഞാനത് പറിച്ച. നീ ഇവിടെ ഇരുന്ന്. എടാ റാംബോ, നീ ഇവിടെ ഇരുന്ന്. എടാ ഞാൻ പറിച്ച. നീ ഇവിടെ ഇരുന്ന്. ഞാൻ പറയുന്നേക്ക്. നമ്മള് ചലഞ്ചിന് വേണ്ടിട്ട് എല്ലായിടത്തും. അപ്പൊ ഇതിലെടുത്താ മതി. നോക്ക്. എടാ, നീ ചലഞ്ച് എന്നും പറഞ്ഞ് നീ എന്തോന്നാണ് ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത്? എടാ ഞാൻ പറഞ്ഞതല്ല, മൻസൂർക്ക് സെറ്റ് ചെയ്ത കാര്യങ്ങൾ. ഞാൻ പറയുന്നേക്ക്. നോക്ക്, ഞാൻ പറയുന്ന നീ ഒന്ന് സമാധാനത്തിൽ കേക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം നീ ഇവിടെ ഇരുന്ന് പോരെ. നീ ഇവിടെ ഇരി, ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീ ഇവിടെ ഇരി. എന്നാ ശരി, ഓക്കെ. അത് മൊത്തം പറിക്കണം. എന്നാലും ഞാൻ അടുത്ത ചലഞ്ച് ചെയ്യും. ഇവിടെ ഇരി. ഇതാരും ഇതിന്റെ ഇടയിൽ വിളിക്കുന്നത്. മൊത്തം ചലഞ്ച് ചെയ്യണോ? നീ ഇവിടെ ഇരുന്നേ. എടാ ചെയ്യേ, ഇല്ല വേദന കൂടൂ. ജാസി ഇരി. എടാ 2 എണ്ണം അവന്റെ പറിക്കാൻ ബാക്കിയുണ്ട്. ഊരില്ല, ഞാൻ പൊന്തിച്ച് ഇതാക്കി തരാം. എന്തോ പൊന്തിക്കാനാ? ഇതാക്കി തരാം. എന്ത് പാൻറ്റൂര്? എടാ നീ എന്താ പറയുന്നത്? ഞാൻ ഇതാക്കിയില്ല. എന്താക്കിയിട്ടില്ല? ചട്ടിയിട്ടിട്ടില്ലേ? അതുണ്ട് മറ്റേ. അതെ, നീ ബോക്സർ ഒന്നും ഇല്ല എൻ്റെ അടുത്ത്. നീ നോക്ക്. വാ, എന്റെ കാൽമേൽ ഓൾറെഡി കുറച്ച് രോമം കൂടുതൽ. ഇവന്റെ ചെറിയ രോമ. സാധനം എവിടെ? എടാ നോക്ക് റാംബോ, ഞാൻ ഒരു കാര്യം പറയുന്നേക്ക്. നീ ഇതെന്തായാലും പറിക്കൂലല്ലോ. അല്ല, പേപ്പർ പറിക്കൂലല്ലോ. നീ ഇത് പറിക്കുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അത് ഏറ്റവും നല്ലത്. വേണ്ട, ഞാൻ അവിടെ ഏറ്റവും നല്ലത്. ഞാൻ സ്വർഗം കാണാൻ പോവാ. ഞാൻ നോക്ക്, ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇവിടെ വെച്ച് എടാ കണ്ടിട്ടുണ്ടല്ലോ. നിക്ക്, ഞാൻ പറയുന്നേക്ക്. എടാ ഓൾറെഡി എൻ്റെ വലിയ രോഗമാണ്. നല്ല വേണ്ട ഓൻ്റെ ചെറുതാ. ഒന്നും ഇവത്തെ ഇവരെന്തോ പറയുന്ന ചാറ്റ് എന്തോ പറഞ്ഞു. നെക്സ്റ്റ് സ്പിന്നിങ് ചലഞ്ച് എന്ന് പറയുന്ന കക്ഷം തൊടഉള്ളി. നിനക്ക് കക്ഷത്തെ വെച്ചൂടെ? ഇല്ല, നീ കാല് കാണിക്ക. അത് അവര് പറയുന്ന ചാറ്റിന്. നിക്ക്, ഞാൻ കടക്ക. എവിടെയാക്കുന്നു? കാലിനായിക്കോ. നീ ബാക്കിലോട്ട് ഇരുന്നേ മോനെ. എടാ നിക്ക്. എടാ ഇത് എനിക്ക് ഓനെ പോലല്ല, എനിക്ക് കൊറേ രോമുണ്ട്. നിനക്ക് രോമം ഉണ്ടാടാ. നിക്ക്
നിനക്കിത് ചെയ്യുമ്പോ നിനക്കിത് 600 എടാ അഖിൽ എടാ നീ പറയാൻ പറയടാ ചാറ്റിനെ നിക്ക് എന്നാ ശരി ഒന്ന് മാത്രമേ നീ ഒന്നല്ലാക്കിയിട്ടുള്ളൂ ഒന്ന് മാത്രം നിക്ക് ഒന്ന് എടാ അള്ളാനെ സത്യം എനിക്ക് നല്ല പേടിയുണ്ട് ആ കമ്പി നിർത്ത്. എന്റെ ഉമ്മ സത്യം നല്ല പേടിയുണ്ട് നിക്ക് നിക്ക ആയില്ലേ നിക്ക ഇതില്ലേ പിന്നെ മോനെ, ഞാൻ മോനെ, വിട്, വിട്, വിട്. പറയുന്ന ഒന്ന് നീ കേക്ക് അടിക്കല നിക്ക് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഈ വേദന ആണെങ്കിൽ ഇതിന്റെ ഇതിനെക്കാട്ടും വലിയ വേദന എന്തെങ്കിലും എനിക്ക് വരണം എന്നാൽ ഈ വേദന ഞാൻ മറക്കും ഉണ്ട് മോന്നാ പാൻറ്റൊന്നും ഊരിക്കേ പാൻറ്റൊന്നും ഊരിക്കേ എന്താ ഗവൺമെന്റ് ആശുപത്രിയാ സൂചി വെക്കാൻ വേണ്ടിട്ട് ഓരോ സ്ഥലത്ത് പാൻറ് ഊരിക്കുക ലൈവിലുള്ളത് ഇപ്പൊ ഞാന് അപ്പൊ ഇവൻ പോവും പാൻറ്റൂര് എടാ ആ ചാറ്റ് എന്തോ പറയും ഇല്ല പാൻറ്റൂര് ഇല്ല ഊരാൻ പറ്റില്ല നീ ഈടാക്കി അല്ല നീ നോക്കട്ടെ ഞാൻ നോക്കട്ടെ നിന്റെ ഐഡിയ ആണ് ജാസി ഓക്കെ ആ കാണിച്ചാ ഇതാ എവിടെ ഇതാ പോരെ എവിടെ കണ്ടില്ല കാണിച്ചേ ഇതാ അല്ല ഞാൻ നോക്കട്ടെ ഇതാ ആ ഓക്കെ ആ എടാ ഇവ ഇത് പൊക്ക് നിക്കാ ഒരു മിനിറ്റ് പേപ്പർ എടാ അത് വേണ്ട അത് കുടിച്ചാൽ പവർ കൂടും ഇത് സാധാ രീതിയിൽ തൊട്ടിച്ചാൽ മതി തൊട തന്നെ കൊടുക്കണത് നിക്കേ റാമ പറയുന്നേക്ക് അല്ല നമ്മൾ തുടക്കം നീ കൂടുതൽ സംസാരമില്ല നമ്മൾ എത്ര അടിപൊളി ഇത്ര ഇത് പെയിൻഫുൾ ആണെന്ന് ഞാൻ എത്രയും പെയിൻഫുൾ നീ എന്റെ ഇവിടെ നോക്ക് ഞാൻ വിചാരിച്ച അങ്ങനെയല്ല നോക്ക് മാറി നീ കൈ മാറ്റി ആ കൈപ്പക്കന്റെ ആ രീതിയിൽ വിചാരിച്ചു ഇത് ഓവറാണ് ആ തൊട പൊക്കിക്കേ ഇതെന്തിന് പൊക്കടാ എന്റെ നീ എത്ര എണ്ണം ഓടിച്ച അല്ല നീ ഒന്നല്ല കുറച്ചുകൂടി ഞാനൊന്നേ പറയും ആ ഇല്ല പിന്നെ ബാക്കി എന്ത് 2 എണ്ണം വളർത്താനാ പൊക്കടാ എടാ അത് വേണം എന്തിന് എന്താ ഇവിടെ ഒട്ടിച്ചു നീ പൊക്കിക്കേ എടാ ഇതെന്തിനാടാ എടാ നോക്ക് നമുക്ക് രണ്ടാ ഒറ്റൊന്ന് പറിച്ചാ പോരെ മറ്റേ നമുക്ക് നിനക്ക് ഇത്ര ആവേശം വെളിച്ചെണ്ണ നിനക്ക് ഞാൻ ഇട്ട് തരണുണ്ട് എവിടെ ഇരി നിക്കേ പറഞ്ഞിട്ട് പറിക്കണേ അതിന് സമയമുണ്ട് മോനെ ജാസി പറഞ്ഞിട്ട് പറിക്കണേ നിക്കേ ഒരു മിനിറ്റ് ഞാൻ ഒട്ടിക്കട്ടെ നിക്കേ അതല്ല ഞാൻ പറയുന്ന മൊത്തത്തിൽ വേണ്ട ഞാൻ എന്താ ചെയ്യണ്ടേ ഇത് നിക്കേ ഇതില്ലേ ഞാൻ എടാ നോക്കിയ സത്യക്ക് പേടിയാന്ന് ഒരു മിനിറ്റ് ഇതെന്തോ കൈ മാറ്റിക്കേ വണ്ടർലേ പോയിട്ട് മറ്റേ സാധനത്തിന്റെ മുകളിലുള്ള എന്തോ ഒരു എക്സ്പീരിയൻസ് ഇതെന്തോ 2 എണ്ണം കൊണ്ടല്ലേ നിക്ക് എടാ ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേ നിക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയുന്നേക്ക് അങ്ങനെ ഒന്ന് റാംബോന്റെ അങ്ങനെ നമ്മൾ ചെയ്തില്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ശരി അപ്രൂവൽ എന്താ അപ്രൂവല് ഞാൻ നോക്ക് ഒറ്റ ഒന്ന് നമുക്ക് ചെയ്യാം ബലിക്കട്ടാ നോക്ക് നോക്ക് ഞാൻ പറയുന്നേ എടാ ഓക്കെ ഇല്ല അള്ളാ ഞാൻ കൈ മാറ്റി എടാ ഇവന്റെ കൈ ഒന്ന് പിടിച്ചു ഇല്ല പിടിക്കണ്ട അതിനല്ല അല്ല നിക്ക് അത് ഭയങ്കര അല്ല അതുകൊണ്ടല്ല നിക്ക് അടിക്കല ഞാൻ പറയുന്നത് ഞാൻ സത്യമായിട്ട് ഒന്നും ആക്കൂല പോരെ കണ്ണുമലോക്ക് നോക്ക് നീ പറഞ്ഞ എന്തും ഞാൻ ചെയ്യും നീ ബഹളം വെക്കാനാണ് ഇതെങ്കിൽ ഇനി എന്റെ എല്ലാം ഇനി ഞാൻ ഓർഡർ ചെയ്ത് വരുന്ന സാധനം ഒരു മിനിറ്റ് ഓക്കെ എടാ നിക്ക് ഇതാക്കെ അധികം ഇതാക്കല്ലേ പ്ലീസ് ഫസ്റ്റ് കാല് തൊട ഏതാ ഞാൻ ചെയ്യാം നിക്ക് ഒരു മിനിറ്റ് റാംബോ ഞാൻ എന്റെ കണ്ണുമ പിടിച്ചോ എന്താ കണ്ണെന്താ കണ്ണുമേ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം കുത്തി പൊട്ടിക്കാനാണ് ഇത് ഓവറാണ് ഓവറാ അല്ല ഇവിടെ പിടിച്ചിട്ടല്ലേ നിക്കേ ഇഞ്ചി മുട്ടായി ഇരി വിടല്ലേ മോനെ വിടല്ലേ ഇരുത്തവനാ ഇരടാ ഗൈസ് ഇതൊക്കെ യൂറോപ്പ് പോയിട്ട് ഞാൻ എന്തോ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്താലും ഇത്ര വെളുക്കൂല അടുത്തൊന്ന് പൊന്തിച്ച ഒന്നിരുന്ന് എന്തിനാ ഒന്നിരിക്ക്
ഞാൻ എണ്ണയിട്ട് നീ എണ്ണി ഇടണ്ട ഡാൽഡി ഇടണ്ട, നിനക്ക് നല്ല രീതിയിൽ എണ്ണിട്ട ചലഞ്ച് എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ കുറെ സമയം നമ്മൾ കളയണ്ട. ഒന്ന് മോനെ ഓൻ എണ്ണയും ഡാൽഡി ഒന്നും ഇടണ്ട, മോനക്ക് നല്ല രീതിയിൽ. നീ എന്താ വിചാരം ചലഞ്ചിൽ വലുത് ചെറുത് ബോഡി ഗാർഡ് കുക്ക് എന്നൊന്നുമില്ല. ഇവിടെ മോനിരുന്ന രണ്ടാളും ഒരേപോലെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ. ഓ നല്ല ബർക്കത്താക്കപ്പെട്ട സാധനം. എന്നാ ശരി, അങ്ങനെയാണ് ഞാനും ഇല്ല. ഇതെന്താ നോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്റേതല്ല നിന്റേത്. ഓക്കെ അല്ല ചെയ്യണ്ടെന്നാ എല്ലടാ എന്റേതല്ല നിന്റേത് എന്നുള്ള രീതിയില്ല. പകുതി ഒരു മിനിറ്റ് നിക്ക് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഓൺ പെട്ടെന്ന് വേഗം തെറിച്ചതാ. മറ്റേ പെയ്യുമ്പോ ആദ്യം മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്തരാ ഇരുന്നോ പെട്ടെന്ന് എടുത്തരാ റാമ്പോ ബായിരുന്നു ഈ എന്റെ പെട്ടെന്ന് ആയിക്കോ ബായിരുന്നോ. ഇത് നമ്മൾ വെച്ചാല് ഇത് വേന പോവാൻ പറിച്ചോ എന്റെ ആ വേനൽ ഈ വേന മറന്നു. വേഗം നിക്ക് ആ ഇതിനെ കൊണ്ട് ആദ്യം നീ എന്റെ ഇത് രണ്ടായിട്ടാ നീ പറിച്ച അതിനെ കൊണ്ട് വേടിക്ക്. അപ്പൊ ആ വേദനയിൽ ഈ വേദന ഇതാക്കിയിട്ട് എന്നിട്ട് ഈ വേദന മറക്കും. തലം പഠിക്കരുത്. അങ്ങനെ ഒരാളും ചെയ്യൂല. റാമ്പോ നിന്റെ രണ്ടെണ്ണം ഞാൻ പെട്ടെന്ന് വരച്ചെന്ന് ഐഡിയ പറഞ്ഞ ഏത് മൻസൂറിന്റെ കൈ കിട്ടിട്ട് തമാശ കളിക്കല്ല. ഇത് എനിക്ക് ഇനി ഇങ്ങനത്തെ മനോഹരങ്ങളുണ്ടാ. റാമ്പോ പാരിക്ക് തമാശ കളിക്കല്ല. റാമ്പോ പാരിക്ക് ആക്കില്ല ഒന്ന് പാരിക്ക് ബാക്കിലോട്ടിരി ഞാൻ പറിക്കും. റാമ്പോ തമാശ ലൈവല്ലോ. ഒക്കെ എന്റെ ഞാൻ ഇപ്പൊ നിർത്തിപ്പോ ചാരീരി ഇത് നോക്ക് എടുത്തതായി ചോര ഈ സാധനത്തിലൂടെ ഇതാ വരുന്ന ചാരീരിയുടെ അടിപ്പാസ് ഇപ്പോഴും പോയി ചാരീരി. ഇതെന്താ ഞാൻ ഇനി ഇതെന്താ ചെയ്യണ്ട? ഇത് ജാസി നീ എന്ത് വേനുണ്ടെങ്കിലും കുഴപ്പമില്ല, നീ സഹിച്ചോ. കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി വലിയ പെയിൻ നീ അനുഭവിച്ചാണ്. അത് എന്തോ കുഴപ്പമില്ല, നീ വലിയൊരു കടങ്ങിൽ വീഴുന്ന പോലെ ആലോചിച്ചാൽ മതി. കടങ്ങിൽ വീണ് നീ ഇവിടെ പിടിച്ചോ. മറ്റേ പണ്ടത്തെ ബാർബർ ഷോപ്പ് ഉറക്കുന്ന പോലത്തെ അതിനെക്കാട്ടും നല്ലത് ഇവിടെ ജാസി വേനസീനില്ല. എടാ മറ്റേ സാധനം എടുത്തു. ഇതെന്താ ചലഞ്ചെല്ലാം മാറിയിട്ട് ഇങ്ങനെ ആയാ? നീ പിന്നെ എന്തിനാ നിർത്ത രണ്ടാക്കും നിർത്താ. അവൻ്റെ കുറെ എൻ്റെ കാല് നോക്ക്. സർജറി ചെയ്യുമ്പം ഇതാക്കണ കണക്ക്. എടാ ഈ തൊടയെന്ന് പറിച്ചിട്ട് ഇവിടെ ഒട്ടിച്ച അവൻ്റെ കുറെ ചലഞ്ച് കൊണ്ടവ ഇറങ്ങും. മതി എൻ്റെ ചലഞ്ച് വിട്ടോ. ചലഞ്ചാണ് പോലും. എത്ര നല്ലൊരു ലൈവായിരുന്നു. എന്തും ഇങ്ങനെ ആക്കി വെച്ചിന്. ലൈവിനായി തൊലച്ച്. നീ സ്പിന്നിങ് ബോർഡ് വേണ്ടല്ലോ. ഇത്തിരി വെള്ളം തരുമോ? അവിടെ സ്പിൻ ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇരുന്നോട്ട്. എന്ത് സ്പിൻ ചെയ്യാം? നിന്നെ സ്പിൻ ചെയ്യുന്ന തമാശ ആയിക്കല്ല. നമുക്ക് രേഖ എന്തെങ്കിലും പാട്ടും ഇത് നീ കൊണ്ടുവന്ന എടാ പൊട്ട അടുത്തേലും നമ്മളെന്താ എന്താ സേനപ്പാ? അയ്യാ
അള്ളാന്റെ മുത്തേ. ഓ അല്ല മൻസൂർക്കാക്ക് ഒരു പണി എന്തായാലും കൊടുക്കണം. മൻസൂർക്ക സത്യം പറയാം, ഞാൻ വാക്സിൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അയ്യോ പിന്നെ എടാ ഇവ ഇങ്ങനത്തെ ചാത്തസേനയാണ് ഇനി അതിൽ എഴുതി വെച്ചേക്കണത്. ഇതൊന്നും ചെയ്യാൻ പറ്റൂല. W ലൈവ് തന്നതിന് വളരെ നന്ദി. ഏതാനും നിമിഷങ്ങളൊക്കെ നിർത്താം. സ്പിന്നൊന്നും പറയില്ല മോനെ, കാരണം എന്ന് വെച്ചാൽ ഒട്ടിച്ച് വെച്ചേക്കണ. അടുത്ത റബ്ബർ ബാൻഡിന്റെ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ താങ്ങൂല, ചെയ്യാനാവൂല. പറഞ്ഞു കൊടുക്കുന്ന തമാശ കളിക്കല്ല. നീ എന്താ ഇത്ര ആവേശം? ഇവിടെ ഫാൻ്റെ വെള്ളം വെള്ളം കളഞ്ഞ് എന്തല്ലോ ആയിപ്പോ. ഇവിടെ നോക്ക് ഫാൻ്റെ ഒട്ടി അടയുമേ. ഫാൻ്റെ ഒട്ടി ഒട്ടിട്ട് സ്പിന്ന് സ്പിന്ന് നീ കറക്ക്. എടാ വാണാ. ആ പിന്നെ പിന്നെ വേണ്ടേ വേണ്ടേ വേണം 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 വേണം. വാ വാ വാ. നിനക്ക് ഇത്ര ആവശ്യം ചാലഞ്ച് നമുക്ക് രണ്ടാക്കാ കിട്ടുന്നത്. ആ കുഴപ്പമില്ല. പിന്നെന്താണ് ഇത്ര നീ ഈ കൊണ്ടുവന്നേക്കണമായി ലോകത്ത് എങ്ങും ഇല്ലാത്ത കുറച്ച് ചലഞ്ച്. രാവിലെ തൊട്ട് ഞാൻ വെച്ച് കഷ്ടപ്പെട്ട് എന്തെങ്കിലും തിന്നാനുള്ളതാ കുടിക്കാനുള്ളതാ നല്ല സാധനങ്ങൾ വല്ലതും കൊണ്ടുവരുമെന്ന്. നാളെ മൻസൂർക്ക മുടി വരയ്ക്കണതും നമുക്കൊരു സാധനം സെറ്റാക്കി തരാൻ വരും. മൻസൂർക്ക ഞാനുണ്ട് വരട്ടെ. അല്ല മൻസൂർക്ക സീരിയസ് ആയിട്ടൊന്ന് പറയണം. നമ്മളൊരു ഫണ്ണി ചലഞ്ച് ഉദ്ദേശിച്ചു. ഏത് മൻസൂർക്ക? മറ്റില്ല, നമ്മളെ കാര്യം സെറ്റായി തരുന്നേ. നമ്മളെ ഓർഗിന്റെ മറ്റേ ഇവരൊപ്പം വന്നേ. ഇതിന്റെ ഈ ബയറിങ്ങിന്റെ ചെറിയ പ്രശ്നമുണ്ട്. ബയറിംഗ് അല്ല കാര്യം ഇതിപ്പം കുറച്ച് ബെൻഡാ കണ്ട. എന്ത് ശരിയാക്ക് പെട്ടെന്ന് ശരിയാക്ക് പെട്ടെന്ന് ശരിയാക്ക്. സമയമില്ല പെട്ടെന്ന് ശരിയാക്ക് ശരിയാക്ക് ശരിയാക്ക്. വെറുതെ പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് എടാ പൊട്ട, നീ ഒരു പൊട്ടന. നീ ഇതിന് എന്നെ അടിക്കുന്നത്? ഇത് ഒന്ന് വന്നാൽ നമുക്ക് രണ്ടാക്കുവാണ്. പിന്നെന്താ നിനക്ക് ആവശ്യം? ഉണ്ടാക്കാൻ പറഞ്ഞൂടെ? ഇതൊക്കെ വലിച്ച ഇത്രയും പാടും വേദനയും കാണോ? ചലഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീ എന്നെ ചെയ്യേണ്ടത്. നിനക്കൊരു അന്തും കുന്തും ഇല്ല. പറയും എടാ പൊട്ട, നീ നിനക്ക് ബുദ്ധിയില്ല. ഇത് ഞാനും നീ ചലഞ്ച് വേണോ ചലഞ്ച് വേണോ വേണ്ട. ശരി ചെയ്യാൻ ഒരു ഇതും. ഓക്കെ ഞാൻ ചെയ്തരാം. ഇത് ഈ സാധനം കണ്ടപ്പോഴേ അറിയാം ഇത് നമ്മളെ ക്യാമറ വെക്കുന്ന സാധനമാണ്. അഥവാ ഊരിയെടുത്തോണ്ട് വന്നേക്കണേ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ല രീതിയിൽ എന്തെങ്കിലും കിട്ടണേ. എടാ നീ ഓവർ ഡയലോഗ് അടിക്കല്ലേ. നിനക്കെന്ത് ഇത്ര ആവേശോ? ആരാണ്ട് നമുക്ക് കാണാൻ നല്ല ചേല എന്ന് പറയുന്ന പോലെ പ്രാന്തായി കഴിഞ്ഞാൽ പുറമേന്ന് ഒരുത്തൻ മമ്മദ് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടും മറ്റേ ബാത്റൂമിൽ പൂട്ടിട്ടോ പറയാ പിഞ്ചെയ്ന്ന്. അവർക്ക് ഗാലറിയിൽ നിന്ന് കാണാൻ നല്ല സുഖമുള്ള പരിപാടിയല്ലേ. അത് നല്ലത് വരണേ, നല്ലത് കൊടുത്താൽ നല്ലത് വരും. നല്ല കാറ്റുണ്ട്. ഒരു 2 റൗണ്ടും കൂടെ കറക്കിക്കുവാണ്. ഈ മുട്ടി എന്താ 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 വന്നെന്താ? നടുക്ക് നടുക്ക്. അപ്പൊ കറക്ക് ഒന്നും കൂടെ കറക്ക്. നീ മിണ്ടല്ലോ അതിൻ്റെ മോനെ. കഴിയട്ടിത്. ഇതെന്താ നിക്കാത്ത? എന്നാ ഇവർക്ക് ചൂസ് ചെയ്യാൻ പറയാം. നിങ്ങൾ ചൂസ് ചെയ്യും. നിങ്ങൾ ചൂസ്. ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല ഈ സ്പിന്നല്ല, ഇത് ഇവർക്കൊരു ചോയ്സ് കൊടുക്കാം. ചില്ലി ചലഞ്ച് ഉണ്ട്, പിന്നെ ഹിറ്റിംഗ് ചലഞ്ച് തലക്ക് ഒരു സാധനം കൊണ്ട് അടിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ട് അത്യാവശ്യം ഫണ്ണാണ്. പിന്നെ ലെറ്റർ സ്പിൻ ചെയ്യാ. നോക്ക് നീ എന്നെ അടിച്ച് മിട്ടല. എടാ ഇത് ഈ ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. ഒറ്റ മിനിറ്റ്. ബാക്ക് ചലഞ്ചിൽ തന്നെ വരും. ഇത് 1 മിനിറ്റ്. ഇത് ഈ നോബ് ഒന്ന് ടൈറ്റ് ആക്കട്ടെ. ഇത് കണ്ട, ഈ നോബ് ലൂസ് ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത്. ഇത് ഏതെങ്കിലും ഒന്ന് കൊടുക്കും. പോവാത്ത എന്താ നിങ്ങൾക്ക് നല്ല സന്തോഷം. എനിക്ക് വാക്സിൻ ആക്കി തേടാ. അരച്ചോക്കെ അപ്പളേ തിരി അതിന്റെ എഫക്ട് എത്രത്തോളം ഉണ്ടാവുന്നത്. ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ഒരു സാധനം ചെയ്തില്ല കേട്ടാ. റബ്ബർ ബാൻഡ് ചലഞ്ച്. ഇതെന്താ റബ്ബർ ബാൻഡ് കെട്ടണോ അതോ റബ്ബർ ബാൻഡ് പൊട്ടിക്കണോ? നീ എന്തിനാ ഇരിക്കണേ? അള്ളാനെ മുത്ത, ഞാൻ ഒരു കാര്യം പറയാം.
സത്യം ഇത് ചെയ്യാം. നിന്റെ പൊളിയും നിന്റെ പൊളിയും. കാരണം എന്റെ മേത്ത് കണ്ട എല്ല് മാംസം കുറവ്, എല്ല് കൂടുതലോ. നിന്റെ മേത്ത് അങ്ങനെയല്ല, ചെറിയ കുറച്ച് എല്ലും കൂട്ടും, അതിന്റെ മുകളിൽ കുറെ മാംസം ഉണ്ട്, നല്ല പൊളയും. എനിക്ക് സീനില്ല. നിന്റെ നേരത്തെ എനിക്ക് രോമം കൂടുതലുണ്ടായി, എനിക്ക് രോമം കുറവായിരുന്നു. അതിന് നീ രക്ഷപ്പെട്ട്. ഇത് നീ വിചാരിക്കും നിന്റെ കുണ്ടി പൊളഞ്ഞോ? എല്ലാ കാര്യം ഉള്ളതുപോലെ ഞാൻ പറഞ്ഞുതരാം. എന്താ സാധനം ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ പൊട്ടിയാ? ഇത് ലൂസായി ഞാൻ പറഞ്ഞുതരാ. ഈ സാധനം മോനെ നീ കാണുന്ന പോലെ ഒന്നല്ല, രാമായണത്തിലും മറ്റേതൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് മോനെ. ഇതിങ്ങനെ വെക്കും, വായിൽ പീപ്പി വെക്കും, ഒലിക്കും, ടെസ്റ്റ് ഓവറാക്കല. നീ എന്നാ ഞാൻ ഇത് വരും വെല്ലനെ വലിക്കണം. ഓക്കെ, നീ വലിക്കുക. നിനക്കെല്ലാം ഈ ഓവറാക്കുന്നുണ്ട്. ഓവറാക്കരുത്. ഓവറാണ് ഞാൻ ചലഞ്ചിൽ എപ്പോഴും ഇത് വെറുതെ വേദന സഹിക്കണം. ഓക്കെ ഓക്കെ, നീ നിന്നെ വിശ്വാസം, നീ വാക്സിനെ കുറച്ച് നീ പകം മനസ്സിൽ വെക്കരുത്. ഞാൻ ഇത് നാളെ നമുക്ക് ചെയ്യേണ്ടതാ. നീ പിന്നെയും ചെയ്യും. ഞാൻ ഇത്രേ പറഞ്ഞു, നീ എന്തായാലും ചെയ്യും. നിനക്കറിയുന്ന എടാ മോനു, നീ ഒന്നും വേണ്ട. ഇല്ല ഞാൻ ഇതെന്താ അറിയോ, ഞാൻ പറഞ്ഞ ഇത് മേത്ത് വന്നിട്ട് അടിച്ചിട്ട് വേദന കൊണ്ട് വിസിൽ അടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റെടുക്കണം. എപ്പൊ വിസിൽ വരാണ്ടിരിക്കുന്നോ അപ്പൊ ഇത് എനിക്ക് കൈമാറി സംസാരിക്കാ. നീ ചെയ്യില്ല. ഇതെന്താ? പക്ഷെ ഒരു കാര്യമുണ്ട്. ഇത് പിടിച്ചാടാ മുന്നു. ഇത് ഊരണം. ഇത് ഊരണം. എന്താ നിന്റെ ഈ ഷർട്ട് ഊരണം? ഷർട്ട് എന്തിനു ഊരണം? എന്താ പിന്നെ ഇത് ഊരിയാ പിന്നെ ഷർട്ട് കട്ടി കുറഞ്ഞ ഞാൻ ഒരു ഷർട്ട് ഇട്ടോളൂ. എടാ ഈക്വൽ ഈ ഷർട്ട് പറ്റൂല, ഇത് പറ്റൂല. എടാ നീ ഷർട്ട് ഊര്. എടാ നിനക്ക് എങ്ങനെ ഷർട്ട് ഊരാ? അല്ലെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടും. മുനുവിന്റെ ഷർട്ട് ഊര്. എന്തൊരാവേശം. ഷർട്ട് വേണ്ട. ബുദ്ധികൾ അന്തല്ല ഒരു കുന്തല്ല തലച്ചോണ്ട വരും, ചകിരിച്ചോടെ വരും, തലയിലെ കളിമണ്ണാണ്. നിന്നോട് പറഞ്ഞു നീ ഫസ്റ്റ് കറക്കിയല്ല. ഫസ്റ്റ് ചലഞ്ച് ഞാൻ ഫസ്റ്റ് ചെയ്ത്, സെക്കൻഡ് ഞാൻ ചെയ്ത് തേർഡ് നീ ചെയ്യണം. ജാസി ഊരാ. ഒരു മിനിറ്റ്. അന്റെ പാന്റ് ഊരട്ട്. പാന്റ് ഇട്ട് ഞാൻ ചട്ടി നിൽക്കണോന്ന് നീ പറയണ? പാന്റ് ഇട്ടാ നഗ്നത പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ഈ ബാഗ്സ് ഒട്ടിപ്പിടിക്കുന്നത് എന്താടാ? എന്റെ ബോഡി ഞാൻ വെളിപ്പെടുത്തി. പാന്റിന് കുറച്ച് ബോഡി കുറവുണ്ട്, ജിമ്മിൽ പോയിട്ട് സെറ്റ് ആക്കണം. അതുകൊണ്ട് ബോഡിയിൽ ആരും അങ്ങനെ ഒന്ന് പറയാൻ കേട്ടാ. ഒന്ന് ഇങ്ങോട്ടേക്ക് നിക്ക്. ഫസ്റ്റ് ആരാ? ഞാനോ റാംബോ? ഒന്ന് പറ. ഞാനോ റാംബോ? പൊട്ടൻ. ഒരു മിനിറ്റ്. ഇത് ഒരു മിനിറ്റ്. ഈ വിസിൽ കഴുത്തിലിടുക. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മൈക്ക് നിനക്ക് ഒരു മിനിറ്റ് ഇതാ ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇടാകുമ്പോൾ ഇതൊന്നും ഇട്ടാ അപ്പോൾ ഞാൻ ആ വിസിൽ ഈ വിസിലെടുത്തു. എന്നാൽ സൗണ്ടും കേൾക്കും, ഇതും കിട്ടും. എല്ലാം നല്ല ബേഷായിട്ട് നടന്നോളൂ. എൻ്റെ ചക്കരമുത്തിന് നല്ല രീതിയിലൊരു പഠിച്ച പാണി ഞാൻ തേരട്ടോ മോനെ. ആരാ ചെയ്യണ്ട മക്കളെ? ഫസ്റ്റ് നീ അല്ലല്ല നിക്ക് ചാറ്റ് പറ. ഇനി നമ്മളൊരു ചാലഞ്ച് ചെയ്യൂ. റാംബോന്റെ ചിറാപുഞ്ചി ചുരുട്ടി വെക്കുന്നേ എന്റെ ചിറാപുഞ്ചി. പിന്നെ പറയാനുള്ള ഒരു പോളിടാ. അങ്ങനെയല്ല, ഇത് നമ്മൾ ഇപ്രാവശ്യം പോൾ അങ്ങനെ ഇട്ടില്ല. ഇതൊന്ന് പോളിട്ടു അല്ലെ, വെറുതെ നമുക്ക് ഇട്ട് നോക്കാം. പോളിട്ടോ ഒന്ന് പോളിട്ട്. അതായത് റബ്ബർ ബാൻഡ് ചാലഞ്ച് ഫസ്റ്റ് റാംബോ ഓർ ജാസി. ആ രീതിയിൽ എനിക്കൊരു സന്തോഷം. എൻ്റെ ഇതില്ല. ഒന്ന് എൻ്റെ ഇത് മുത്തും കട്ടെ. എന്താ നിന്റെ പണ്ടാരപ്പെട്ടിയിൽ ഒന്ന് കയറ്റി വെക്കണേ. ഈ പണ്ടാരപ്പെട്ടി കണ്ടു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടും. വെറുതെ എന്തിനാ ഗ്യാങ്ങിൻ്റെ ചാനൽ നമ്മൾ നോക്കുന്നത്? ഒന്ന് പൊട്ടി വെച്ചാ എന്താ ഇടേണ്ട? അതായത് റബ്ബർ ബാൻഡ് ചലഞ്ച് ഫസ്റ്റ് റാംബോ ഓർ ജാസി. ഓക്കെ, ജാസി ഓർ റാംബോ. ഇതൊക്കെ ഒന്ന് മുനവറ ഇത് അങ്ങോട്ടൊക്കെ അല്ല, ഇങ്ങോട്ടൊക്കെ നമ്മളെ ഇത് വരും. ഡിസ്റ്റൻസ് ഇങ്ങോട്ടൊക്കെ നമ്മൾ പരന്ന് കിടക്കും. ഓക്കെ, ഇവന്റെ വിചാരം നല്ല സുഖമുള്ള പരിപാടി. ഞാനല്ല ഈ ചലഞ്ച് ഒന്നും എഴുതി കണ്ടുപിടിച്ച ഞാനും അല്ലല്ലോ. പിന്നെ ഈ സ്പിന്നിംഗ് ബോർഡ് സെറ്റ് ചെയ്യണമെന്നുള്ള സംഭവം നമുക്ക് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് എന്റർടൈൻമെന്റ് ആക്കണ്ടില്ലേ? ഇതെന്താ 81%?
ഇതാ ചെയ്തോ നിക്ക്. പിന്നെ ഒരു കാര്യം അല്ല, ഒരു കാര്യം എന്നല്ല, ഇത് നിങ്ങൾക്ക് സംഭവം ഇത് മനസ്സിലായില്ലേ? ഇത് വിസിൽ വായിൽ വെക്കും, ബേക്കിൽ സാധനം വെച്ചിട്ട് അടിച്ചിട്ട് വായിന്ന് അഥവാ ഇതാ വേദന കൊണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വേദന കൊണ്ട് മിണ്ടല്ല വേദന കൊണ്ട് ഇങ്ങനെ വന്നു പോയാൽ പിന്നെ അതേ അടി അടിക്കും. എപ്പോഴാണോ റബ്ബർ ബാൻഡ് കൊണ്ട് പുറത്ത് അടി കിട്ടുന്നത് അപ്പൊ മിണ്ടാണ്ടിരിക്കുന്നത്, സഹിച്ചിട്ട് വിസിൽ അടിക്കാണ്ട് നിൽക്കുന്നത്, അപ്പോൾ എനിക്ക് കൈമാറും. ഓക്കെ, അപ്പൊ അടിക്കാതെ ഒന്ന് ഇവിടെ ബാക്കോട്ട് നോക്കരുത്. നിക്ക് ഞാൻ പറയുന്ന പോലെ കേക്ക്. ഇവിടെ നിക്ക്, ഇങ്ങനെ നിക്ക്, കുറച്ച് ഞാൻ പറയും. ഇതാണ് ഇതിന്റെ പൊസിഷൻ, അവർക്കും കൂടി കാണണ്ടാ. പണ്ടാരപ്പെട്ടിയൊക്കെ ഒന്ന് കയറ്റി വെച്ചാൽ മോനെ. ഓക്കെ അല്ലേ? ഒന്ന് ഇങ്ങനെ ഒന്നോ ഓക്കെ. ഇല്ല വേണ്ട, അടി കിട്ടുന്ന കാണണം. ഇങ്ങനെ എന്നാ മതി. ഓക്കെ, ഞാൻ റെഡിയല്ല. ഓക്കെ. ബേക്കോട്ടല്ല, നീ മുമ്പോട്ടേക്ക്. ജാസി പറയുന്ന പോലെ ചെയ്യും. പുറത്ത് നല്ല അടി. ഞാൻ റെഡിയായില്ല. ഓക്കെ, വായിൽ വിസിൽ വെക്കടോ, കൈ എടുത്തിട്ട് ഈ ഒന്ന് പിടിച്ചോ, ഒന്ന് സ്റ്റഡി ആയിട്ട് സ്റ്റാൻഡേർഡ് അറ്റൻഷൻ. ഓക്കെ അതൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ലൂസാക്കിയാ. ഒന്ന് മനസ്സ് ശാന്തമായി നിന്ന് മനസ്സിലെ പൂക്കളും നല്ല കളകളം ഒഴുകുന്ന അരുവിയൊക്കെ ചിന്തിച്ച് ഒന്ന് മനസ്സ് ശാന്തതയോടെ ഇതാ ഈ വേദന എത്രത്തോളം ഉണ്ടെന്ന് ഫീൽ ചെയ്തോ. നടുപ്പുറം പൊളിയുന്ന രീതിയിലാണെന്ന് വിചാരിച്ചോ. എന്താ അടുത്ത അടിയുണ്ട്. വായിൽ വിസിൽ വെക്കാൻ വിസിൽ പിന്നെ തന്നതാ. വിസിൽ വായിൽ വെക്ക് മോനെ. വിസിൽ വായിൽ വെച്ച് കഴിഞ്ഞാൽ പി വരും. അത് വെക്കാത്തോണ്ട് ഓന്ന് വന്നു വെക്ക്. നെക്സ്റ്റ് ചലഞ്ച് ജാസി, പിൻബോർഡ് സെറ്റ് ചെയ്യൂ. പിൻബോർഡ് കറക്കൂ ജാസി, നമുക്ക് എന്റർടൈൻമെന്റ് അല്ലേ. മൻസൂർക്ക് സെറ്റ് ചെയ്തല്ലേ. പൊരിശാക്കപ്പെട്ട മോനെ നടുപ്പുറം അങ്ങോട്ട് വെച്ചാ ഒന്നിങ്ങോട്ട്. ഈ റൂൾസ് റെഗുലേഷൻസ് ആർക്കുമില്ല. എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ വിസിൽ വായിൽ വെക്കും. ഇത് റൂൾസ് തെറ്റിക്കരുത്, പിന്നെ ഞാനും തെറ്റിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞു. നല്ല വേദനയുണ്ട്, പയ്യെ വിട്. വളരെ മാന്യമായിട്ട് ബാക്ക് ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം ജാസിനോട് പറഞ്ഞത് വേണ്ട, നൈസായിട്ട് ഒഴിവാക്കാൻ, ബെയറിംഗ് സ്റ്റെക്കാന്ന് വരെ ഞാൻ പറഞ്ഞു. നിന്റെ ആവേശം കൊണ്ടും നിന്റെ കടുത്ത മാംസൃതമായ പുറം കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു പാട് വന്നിട്ടുണ്ടല്ലോ. പണ്ടാരപ്പെട്ടി പൊന്തിച്ച് വെക്കൂമനെ, ലീക്കാവല്ല. ഒന്ന് പൊരിശാക്കപ്പെട്ട പുറം വന്ന് അങ്ങോട്ട് വെക്കൂ. കുറച്ചൊന്ന് ചിരിച്ചു വെച്ചേ. ഇതാ അമ്മയും ഉമ്മയൊക്കെ ഞമ്മക്കുണ്ട് മോനെ. എൻ്റെ ഉമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണേൽ വിളിച്ചിട്ട് ഉമ്മാൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. നീ ഒന്ന് വിസിൽ വായിൽ വെച്ചാ, ഒന്ന് വായിൽ വിസിൽ വെക്കുവാനെ. വായിന്ന് വിസിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാലോ, ഇതേപോലത്തെ 5 അടി പുറത്തു കിട്ടും. പുതിയ റൂളാണ്, എനിക്കും പറയാം. വായിന്ന് വിസിൽ എടുത്തു കഴിഞ്ഞാൽ 5 അടി പുറത്തു കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. എടാ ദ്രോണന്റെ ഒരു മ്യൂസിക് വെക്കാൻ പറ്റുമോ? ദ്രോണാചാര്യന്റെ അഖിലെ ഒന്ന് സെറ്റ് ചെയ്താ. അതാകുമ്പോ നമുക്ക് ഈ ഫീല് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വരും. ഇല്ലേ വേണോ? എന്നാ വേണ്ട അഖില വേണ്ട. അപ്പൊ കുറച്ച് ഒന്ന് ഫീൽ ചെയ്തേ. ഇത് ഏത് രീതിയിലായിരിക്കും താങ്കളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ വേദന? ഓക്കെ, വന്ന് ചെറുങ്ങനെ വിസിൽ വന്ന്. എന്താടാ മോനെ? മതി വിട്. നില്ലടാ, വിടാൻ പറഞ്ഞു. തിരിയടാ, വിട്. നീ വിസിലടിക്ക്. ഒരു മിനിറ്റ്. നിനക്ക് ഇത് പിന്നെ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ ഞാൻ പറയുന്ന അല്ല അതല്ല ഇത് പോയിന്റ് ശേഷോ ഇവിടെ വരുത്താൻ പറ്റൂലോ ജാസി. നിക്ക ഒരു മിനിറ്റ്. ഇതില്ലേ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് അതല്ല നിക്ക ഒരു മിനിറ്റ് ആയില്ല. ഞാൻ പറയുമ്പോ ഇട്ടാ മതിയാ. നിക്ക ഒരു മിനിറ്റ്. നിക്ക
അല്ല നിക്ക് അതല്ല അത് നമുക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ നിക്കാലോ എങ്ങനെ നിക്കാലോ നിക്ക 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 ഒരു മിനിറ്റ് ഇതെങ്ങനെ ഇത് നിർത്തുന്നത് എങ്ങനെയാ ഇതിപ്പോ കളി ഇപ്പൊ നമ്മളിങ്ങനെ പോയി ഞാനിപ്പോ അടുത്ത വിസിൽ വന്നു എത്ര റൗണ്ടാ അടിച്ചില്ലെങ്കിൽ കഴിഞ്ഞു ഓക്കെ നിക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ലാഗാക്കാൻ പറ്റില്ല ജാസി എന്താ കാണിക്കണ 1 മണിക്കൂറോ നിനക്ക് ഒരു മിനിറ്റ് ആ തോളിയിട്ടെ ശ്രീരാമൻ മമ്പിറിനണക്ക് ഇടുന്നി എടാ ഇത് പോണോ എടാ നേരത്തില്ല നേരത്തില്ല കൈ നേരെ എടാ എവിടെ പാടവിടെ മോന്റെ പാടെടുത്തു എണി വാ എണി 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 വാ 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 നിക്ക് എന്ത് എന്ത് വേണം എന്ത് വേണം കുട്ട പാട്ട് ഇട്ടിട്ട് ഏത് കുട്ട ഗുരുവായൂരമ്പലം നടയിൽ ഞാൻ കൊണ്ടുപോവാ ഇപ്പൊ ഇവിടെ നിക്ക് ഇതാ ഇട്ടോ ഇട്ട് നിക്കടേ നിക്കടേ ഇവിടെ കമ്പെടുത്ത നിക്ക് മുമ്പിലേക്ക് ആക്കിയാ മതിയാ നിക്കട നല്ല ആ എന്താ 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 മോനെ എന്താ പൊന്നു മോനെ എന്നെ എത്ര മണം മോ അടിച്ച് അല്ല എങ്ങനെ ഫിസില് വായിന്ന് എടുത്തപ്പം അടിച്ച് കയറ്റിയില്ലേ നില്ല് ഒരു മിനിറ്റ് ആ ഒറ്റ മിനിറ്റ് എൻ്റെ ഒരു ആഗ്രഹം എന്താ ആഗ്രഹം ആ ഒന്നും വിചാരിക്കരുത് ആ ഒരാഗ്രഹം എന്താ പാവക്കിന്നോ അല്ല ഒരാഗ്രഹം ആ എന്തായാലും ഞാനിത് അനുഭവിക്കാം ഇത് ഒരിക്കലും ഇല്ല ഒന്ന് മാത്രം തിന്നോ വായിൽ വെക്കല്ലേ തിന്നോ വായിൽ വെക്കാൻ പറ്റൂല വായിൽ വെക്കാണ്ട് തിന്നോ ഇറക്കണം അടിക്കുന്ന സമയത്ത് വായിൽ കാണാൻ പാടില്ല ആ ഈ മധുരം തിന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കഴിച്ചാ മോൻ കഴിച്ചാ നീയും തിന്ന മാമുണ്ടാ നീ തിന്ന കഴിച്ച എനിക്ക് വേണ്ട മനസ്സ് എനിക്ക് വേണ്ട എടാ നില്ലടാ ക്രൂരതാക്കല്ലടാ എടാ ഇങ്ങ് ബാക്കി വരാൻ പാടില്ലേ ഇവിടെ നിൽക്കണേ ഇവിടെ നനങ്ങാൻ പാടില്ലേ എടാ മുന്നു ഇവിടെ നനങ്ങിയ ഫൗളാണ് പിന്നെയും കിട്ടും ഒരു മിനിറ്റ് നായിന്റെ മോൻ ബാക്കിലോട്ട് പറഞ്ഞു ഫ്രണ്ടിൽ കയറിക്കേ ജാസി 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 എടി എടി എടിയടാ നീ രണ്ട് എനിക്ക് മോനെ മോനെ എന്താ കമ്പറ തമാശ എന്ത് തമാശ എന്ത് തമാശ എവിടെ ഓഹോ എടാ ഒന്ന് ഇത് പിടിച്ചാടാ എന്റെ മോന്റെ മക്കള് മതിയാ ആരും മതി എന്ന് പറയുമ്പോള്ള ഒരു മതിയില്ല സ്റ്റോപ്പില്ല ഇത് ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാവർക്കും പാലിക്കാനുള്ളതാണ് ഇതിന്റെ റൂൾസ് എല്ലാം എല്ലാവർക്കുമേ ബാധകം വിട് ഞാൻ ഒരു കാര്യം പറയാം ഈ വടി കൊണ്ട് തന്നെ എത്ര വാങ്ങി അടിച്ചോ ഏത് വടി ഒരു 10 പ്രാവശ്യം ഏത് വടി ഇതിനെ കൊണ്ട് ഞാൻ അടിക്കാം നീ അത് ഇത് പിടി അടിച്ചപ്പോ നല്ല സുഖമായിരുന്നു നല്ല കുട്ടന് ഞാൻ രണ്ടെണ്ണം ഒരു ചലഞ്ചിന്റെ എന്താ നേരെ
മോനെ ഇനി എന്താ വേണ്ട? വെള്ളം വേണോ? മാമുണ്ണാൻ പാടുമ്പോൾ ഓടിപ്പാനെത്തും, ബാബാവോ പാടുമ്പോൾ ചായുറങ്ങും. എന്താ വേണ്ട? വെള്ളം വേണോ മോനെ? എടാ സോനാക്കോട്ട ഒന്ന് നിർത്താം ഈ സോനാക്കോട്ട ഈ സാഹചര്യങ്ങൾ വേണ്ട. സോനാക്കോട്ട വേണ്ട. എന്താ വേണ്ട? ഏത് ഏത് ഏത്? ഞാൻ ഇതൊന്നുന്നില്ലല്ലോ മോനെ. എവിടെ നോക്കട്ടെ? ചേട്ടോ നോക്കട്ടെ. എവിടെ? വേദനയൊന്നും ഇല്ലല്ലോ. വേണ്ടടാ, വേദനയൊന്നും ഇല്ലല്ലോ. ഉണ്ടാ വേദനയൊന്നും ഇല്ലല്ലോ. ഇവര് നിന്റെ കാണിച്ചു ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ പച്ച കുത്തിയത് എങ്ങനെയുണ്ട്? പണ്ടാരപ്പെട്ടി മോടെ കിട്ടിയില്ലേ? നമുക്ക് സന്തോഷമായില്ലേ മോന്? സന്തോഷമായില്ലേ? ഇനി എന്തൊക്കെയാ മോന്റെ സ്പിന്നിങ് ചലഞ്ചിൽ ഉള്ളത് ബാക്കി? ആ ബെയറിങ്ങിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ആ കംപ്ലൈന്റ് ശരിയാക്കാം. മൊയ്തീനെ ആ സ്പാൻഡർ ഇങ്ങോട്ട് എടുക്കി. മോൻ പെട്ടെന്ന് ശരിയാക്കി. ഞാൻ പറയുന്നത് പെട്ടെന്ന്. സമയമില്ല. എടാ മമ്മോ, ആ ഹീറ്റർ ഒന്ന് ഓണാക്കി ചൂടുവെള്ളത്തിന്റെ. ഇല്ല പെട്ടെന്ന്. സമയമില്ലാത്തോണ്ടാണ് മോനെ. സ്പിന്ന് ചെയ്യും. ഇവ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് എല്ലാം സ്പിന്ന് ചെയ്യിപ്പിക്കാതെ ഇന്ന് ഇവിടെ ആരും പോണ്ട. മനസ്സിലായ? ഞാൻ ഓൾറെഡി ലൈവ് തുടങ്ങുമ്പോ പറഞ്ഞേ 3 സ്പിന്ന് ഇന്ന് നമുക്കുള്ളത്. ആ 3 സ്പിന്ന് കഴിഞ്ഞ് ആ ചാറ്റ് സ്പിന്ന് പറയണേ. സ്പിന്ന് ചെയ്യണം. 3 സ്പിന്ന് നമ്മൾ ഓൾറെഡി ചെയ്ത്. സ്പിന്ന് ചെയ്യണം മോനെ. ഇല്ല 3 സ്പിന്ന് നമ്മൾ ഓൾറെഡി ചെയ്ത്. അടുത്ത സെറ്റാക്ക് കുട്ടാ. സെറ്റാക്ക് പൊന്നുമോനെ. സെറ്റാക്ക് ബെയറിംഗ് ഒക്കെ സെറ്റാക്ക്. 3 നമ്മൾ നിന്റെ പുറത്ത് ഇത്ര വരവന്നില്ല. ഒരു കുഴപ്പമില്ല. പറഞ്ഞാ സ്പിന്ന് ചെയ്യണം. എനിക്ക് മതി. ഞാൻ നിർത്താം. നിനക്ക് മതി എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ നിർത്തി പോകാൻ പറ്റൂല. കസാല എടുക്ക്. ആര്? ലബീബ വിളിക്കുന്ന ഫ്രണ്ടാ ലബീബ്. ഒന്നിനോര് ഇനി ഓൻ വരാത്തത് ഏറ്റവും നല്ലത്. ആ നിൽക്കുന്ന ഓൻ വരട്ടെ. അങ്ങനെങ്കിലും കുറച്ച് ആശ്വാസം. വന്നോട്ടെ. എന്റെ ഒപ്പം പഠിച്ചതാണ്. ഇതെന്താണ് ഇതിന് വെള്ളോ? നീ എല്ലാരും വെള്ളം കമത്തിയാ? ഇതിന്റെ മാഗ്നറ്റ് ഇട്ടോ. നീ മാഗ്നറ്റിന്റെ ആവശ്യമില്ല. എന്ത് മാഗ്നറ്റ്? സ്പിന്നെ ജാസിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടോ? അങ്ങ് എവിടെ നിന്ന്? എന്താ സ്ഥലത്തിന്റെ കണ്ണൂരാണ്. പക്ഷെ ഇവിടെ കണ്ണൂര് കൂരാച്ചുണ്ടിന്ന് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം മൈ ബെസ്റ്റ് ഫ്രണ്ട് ലബീബ് ഗൈസ്. ലബീബ് മുത്തേ, ജാസിയുടെ ഫ്രണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ മുത്തങ്കട്ടെ? എങ്ങനെ പോകുന്നു ലബീബേ? എന്താണ് വിശേഷം? എന്താണ് ലബീബേ? ഞാൻ ആരാ? നീ ഒന്ന് വിടിരുന്നേ. നീ സത്യം പറ. ഇവ ആരാ? ലബീബ്. ഞാൻ ആദ്യം പറയാം. ലബീബ് എന്റെ ഫ്രണ്ട് ഒക്കെ തന്നെയാ. ഓൻ ഇവിടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇടക്കിടക്ക് പിന്നെ ഇവർക്ക് സ്പായും പരിപാടി അവിടെ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ലൈവ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ലബീബ് എന്നെ വിളിച്ച്, ഹലോ ജാസി എവിടാണ്? നമ്മളിവിടെ സ്ഥലമൊക്കെ ഓൻ ഓൾറെഡി അറിയാം. അപ്പോൾ പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് മുത്ത എൻ്റെ റാമോൻ ലൈവാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് മുത്തേ നീ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറുതെ വരാൻ പറ്റൂല, ലൈവിൽ വന്നിട്ട് ഓഡിയൻസിന് മുമ്പിൽ വന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാണ്ട് ഇവിടെ കയറാൻ പറ്റുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. ലബീബേ എന്ത് തോന്നുന്നു? പണ്ട് ഞാൻ ഇപ്പോഴാണ് ഞാൻ ജാസ്തി ആയത്. ഇപ്പൊ മുമ്പേ സാധ്യതയായിരുന്നു. എന്റെ ഒപ്പം ഡിഗ്രി ഒക്കെ ആ സമയത്ത് പഠിച്ചത് നമ്മൾ ഒരു അപ്പത്തെ ഞാൻ ഡിഗ്രി പഠിച്ച് അപ്പത്തെ ഞാൻ ഇപ്പൊ വ്യത്യാസം എന്താ? അപ്പൊ ഇവ ഡിഗ്രി പഠിച്ചെന്ന് പറയണ സത്യമാ? ഞാൻ വിചാരിച്ചു ഇവൻ ചുമ്മാ പറയണായിരിക്കും. ഞാൻ അധികം അല്ലേ? ആ പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? പിന്നെ ഞാൻ പൊളിയാ സെറ്റല്ലേ? ഇപ്പോഴാണ് ആള് സെറ്റായത്. മതി എന്നെ പറ്റി അങ്ങനെ പറയുന്നൊന്നും വേണ്ട. ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. എല്ലാം പറയണോന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഒറ്റ റിക്വസ്റ്റ് ചെയ്തുള്ളൂ, പാട്ട് പാടിക്കോ. അത് മാത്രം. എന്തെങ്കിലും അല്ല ഓൻ പാട്ട് പാടുന്ന ഒരു ആളാ. ഓക്കെ, ആർ യു റെഡി? Okay? Yo, Labib, let's go guys. നീ എന്റെ പേര് സപ്പോർട്ട് ചെയ്യണം. നമ്മള് പണ്ടത്തെ പണ്ടത്തെ ഇവര് പറഞ്ഞാട്ടെ, നബി പറഞ്ഞാട്ടെ പണ്ടത്തെ കോമ്പ് ആണെന്ന്. ഒരുമിച്ച് പഠിച്ച കോമ്പയാ. പാട്ടേതാ വേണ്ടേ? കാരണം അറിയോ, ഓൾറെഡി ഇവിടെ ഇത് നടുപ്പുറം പൊളിച്ചിട്ടും കാലിന്റെ തൊട പോയിട്ട് നിൽക്കുന്ന സംഭവം. ഈ പ്രാന്തമാര് സ്പിൻഡ ഈ ഒരു കുന്ത്രാണ്ടം വെച്ചിട്ട് ഞാൻ തുടങ്ങിയത് എൻഗേജ്മെന്റ് ആക്കാന്ന്
വിചാരിച്ചിട്ട് ഇത് അമ്മക്ക് എൻഗേജ്മെന്റാ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിട്ട് സോറി എൻഗേജ്മെന്റ് എന്നൊക്കെ പറയണ ഈ ഡിഗ്രി പഠിച്ച പൊട്ട അതാക്കാൻ വേണ്ടിട്ട്. അപ്പൊ പണി പാളിച്ചാള് മൊത്തം അതിന്റെ പിരാന്തിരാള് ഇത് കണ്ട് രസിക്കാൻ വേണ്ടി നിൽക്കുക അവര്. ഏതാ പാട്ട് പാടിക്ക് നീ പറ നമുക്ക് ഒപ്പം പാടാം. ഞാൻ സെറ്റ് ചെയ്തു, നീ പാട്. ഏതൊന്ന് സെറ്റ് ചെയ്യും. ഏതാ പാടാ? ഏതാ പാടാ? നിന്റെ ഇഷ്ടം നീ പറ. ഏത് പറ ലബീബേ, ഫുൾ സപ്പോർട്ട് നമ്മുടെ ബാക്കിൽ ഉണ്ടാവും. മണിച്ചേട്ടനെ പാടാം. മണിച്ചാട്ടന്റെ ഏത് പാട്ടാണ് ലബീബേ നിനക്ക് വേണ്ടത്? ഒന്ന് അടിച്ചു കൊടുക്ക് റാംബോ. ഷാഫി PV സൗദി റിയാൽ 7.99 റാംബോ ഷർട്ട് ഇടൂ. ഞാൻ പറഞ്ഞിട്ട് Shadi PV donated 7.99 through super chat. Ramo shares സ്ത്രീകളുടെ വസ്ത്രമായിടൂ. സ്ത്രീകളുടെ വസ്ത്രം ഇടുവന്നാ ഒരു പ്രാവശ്യം ഒരു സ്ത്രീന്റെ വസ്ത്രം ഇട്ട് ഞാൻ വന്ന് അങ്ങനത്തെ ചക്കനെ കര കയറ്റി കൊണ്ടിരുന്ന സമയത്ത് വീണ്ടും കുയിലേക്ക് ഇടല. ഓക്കെ സെറ്റായ. ഏതാ പാട്ട് മോനെ? രണ്ടാമത്തെ. ഇത് പാട്ടും ഇമല് പാട്ട് ഒരുമിച്ച് പാടാം. ഓക്കെ അപ്പൊ സൗണ്ട് കുറച്ച് കൊടുക്കേണ്ടി വരും. സൗണ്ട് കുറച്ച് ഗൈസ് പാട്ട് ചെക്കൻ പാട്ട് പാടട്ടെ. അത് കഴിഞ്ഞ നോർമൽ സ്ട്രീമിലേക്ക് ഇല്ലേ? ഓക്കെ നല്ലൊരു പാട്ടായിരിക്കണം. നീയാണ് നമ്മളെ ഗസ്റ്റ്. പാട്ട് പാടാൻ കറക്റ്റ് ആയിട്ട് വന്നൊരു ഗസ്റ്റ് നീയാ. നീ അതിന്റെ ഇത് കാണിക്കണം. ഇവൻ ഇപ്പൊ പാട്ട് പാടും. പാട്ട് പാടിട്ട് പോകും. ഓക്കെ എല്ലാരും ഉഷാറാക്കിയേ. ഒന്ന് ആവേശാക്കിയേ. ഒന്ന് ഉഷാറാക്കിയേ. ഓക്കെ പെണ്ണെ പേടുമാനെ പേടിച്ചോടും പുള്ളിമാനെ നാടം കൂട്ടുകവിളി താമുകനെ കണ്ട നേരം കണ്ടം വരയ്ക്കണേ കള്ളമാനെ തിന്നാരം പറയണെന്താണ് പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ താളം പൂത്ത് കവിളി തിരിപ്പാൽ നീണ്ട ചുണ്ടി കാമുകനെ കണ്ട നേരം നഖം പഠിക്കണേ കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ തിന്നാരും പറയണതെന്താണ് കണ്ണിമാങ്ങ പെറുക്കിയെടുത്തു കളിച്ചോർ നമ്മൾ കണ്ണ് കൊണ്ട് കഥ നടന്നോർ നമ്മൾ കണ്ണിമാങ്ങ പെറുക്കിയെടുത്തു കളിച്ചോർ നമ്മൾ കണ്ണ് കൊണ്ട് കഥകൾ പറഞ്ഞു നടന്നോർ നമ്മൾ മുറ്റത്തെ മഴവെള്ളത്തി കടലാസ് തോണിയിറക്കി മുറ്റത്തെ മഴവെള്ളത്തി കടലാസ് തോണിയിറക്കി കളിവഞ്ച് തുഴഞ്ഞ് കളിച്ചൊരു കൂട്ടുകാർ നമ്മൾ പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാളം പൂത്ത കവിളി പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടിൽ കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ നഖം തടിക്കണ കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ്. നല്ല പാട്ട് നല്ല പാട്ട് നൈസായിട്ടുണ്ട്. അപ്പൊ എന്താ മുത്തേ? അപ്പൊ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഈ കുറച്ച് ഞാൻ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ പിന്നെ കുറച്ച് സംസാരിക്കാണ്ട്. പിന്നെ ഓക്കെടാ ബൈ. താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ നിക്ക് വേറെ എന്തെങ്കിലും പറയണ്ട. ഓക്കെ അല്ലേ? സെറ്റ്. ഞാൻ അങ്ങോട്ട് വരാം സംസാരിക്കാം. പറ എങ്ങനെയാണ് സെക്കൻഡ് പാട്ട്? എങ്ങനെയുണ്ട് പാട്ട്? ഇതിട്ടല്ല എന്ത് കൊറേ സ്പാം വന്നല്ല സൂപ്പർ ചാറ്റ്. എന്ത് വിക്കി തഗ് എന്താ പറയുന്നത്? വിസ്കി തഗ്. ഇത് വിക്കി തഗ് അല്ല, ഇത് വിസ്കി സോങ് പ്ലീസ്. ചാറ്റിന് വേണ്ടത് ഗസ്റ്റ് സ്പ്രിൻ ഫോർ ജാസി ലബീബ്. സ്പിൻ ഫോർ ജാസി
അവനെ കൊണ്ട് ജാസിക്ക് വേണ്ടി സ്പിൻ ചെയ്യിക്കാൻ. ഇനി സ്പിന്ന് വേണോ? പിന്നെ സ്പിന്ന് വേണം. സ്പിന്ന് ഇവൻ ചെയ്യട്ടാ, കൂട്ടുകാരൻ ഇവൻ ചെയ്യട്ടെ. സ്പിന്ന് ജാസി തന്നെ ചെയ്യണമെന്നാണ് മോനെ. எந்த மாதிரி இந்த சொல்லுங்க. ஃபர்ஸ்ட் உங்க ஸ்பின் யாரு கறக்கி? ഞാൻ കറക്കി. ആര് കറക്കി? ഞാനാ കറക്കി. അടുത്ത സ്പിൻ ആര് കറക്കി? നീ കറക്കി. അതിന്റെ അടുത്ത സ്പിന്ന് ഞാൻ കറക്കി. ഫസ്റ്റ് സ്പിൻ ഞാൻ കറക്കി. ഫസ്റ്റ് നീ കറക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കറക്കി. ഫസ്റ്റ് സ്പിന്ന് ഞാൻ ഇറക്കിയത്. സെക്കൻഡ് സ്പിന്ന് നീ ഇറക്കി. തേർഡ് സ്പിന്ന് ഞാൻ കറക്കി. മൂന്നാമത്തെ സ്പിന്ന് ഞാനല്ലേ കറക്കിയേ? ഫസ്റ്റ് സ്പിന്ന് ഞാൻ കറക്കി, സെക്കൻഡ് സ്പിന്ന് ജാസി കറക്കി, മൂന്നാമത്തെ ഞാനാ കറക്കി. ഞാനല്ലേടാ ഫസ്റ്റ് വലിച്ചു വിട്ട് അടി കൊണ്ടത്. നീ മറന്നുപോയാ? അടി കൊണ്ട് അത് പോളിട്ടിട്ടാ. ആ പോൾ ഇട്ടപ്പോഴും അങ്ങനെ വന്നാ. ഞാൻ ആരെ കറക്കണ്ട പറഞ്ഞു. ആരെ കറക്കണ്ടേ? ജാസി സ്പിൻ, ജാസി പറയല്ല എന്റെ മോനെ. അല്ല വേണ്ട, ജാസി സ്പിൻ. സ്പിന്നിൽ വലിയ സംഭവം. ഓക്കെ, ഞാൻ സ്പിൻ ചെയ്തു. അപ്പൊ നീ ഫസ്റ്റ് ചെയ്യണ്ട. എന്താ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട ആ പണ്ടാരപ്പെട്ടി സ്പിൻ ആര് ചെയ്യുന്നതിനും കാര്യമല്ല. ഫസ്റ്റ് ചെയ്യണ ആരെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നീ എന്നെ പോലെ ഫസ്റ്റ് ചെയ്യേണ്ട. പിന്നെ ഇതാണെന്നല്ല ഇതാക്കണ്ടത്. എന്താ അങ്ങനത്തെ റൂൾസ് ഒന്നും ഇവിടെ ഇല്ല. പുൽനേ പുള്ളിമാനെ പേടിച്ചോടും പിള്ളമാനെ. കിടന്നുറങ്ങും എന്ത് സുഖമല്ലേ നിങ്ങൾക്ക്? ബെഡ്മേൽ ഏടെ ഉണ്ടാവുക? ബെഡ്മേലല്ല ഉണ്ടാവുക. നല്ല എ സിയും കാറ്റും എല്ലാം കൊണ്ടിട്ട് പ്രവാസികളായ ആൾക്കാർ എല്ലാവരും ഉണ്ടാവില്ലേ? ചില ആൾക്കാർ കുക്കിങ്ങിൽ കാണുമായിരിക്കും. ജാസിന്റെ പുറത്ത് ഇവന്റെ പുറത്തൊക്കെ റബ്ബർ ബാൻഡ് അടി കൊള്ളുമ്പോൾ സുഖമായിരിക്കൂലേ കാണാന് അല്ലേ? ഇതേപോലെ ത്രില്ലുള്ള പരിപാടിയാണ് ഉണ്ടാവുക. നല്ല പരിപാടി. റാംബോ സ്പിൻ. ഞാൻ കറക്കാം. ഞാൻ കറക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ കറക്കി കഴിഞ്ഞാൽ ഇവനാണ് ഫസ്റ്റ്. ഓക്കെ, ഈ മൈക്ക് എടുത്ത് മാറ്റി വെച്ചാ മോനെ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്കിത് ഇതും കൂടി കഴിഞ്ഞ് നിർത്താം. ഇതും കൂടി കഴിഞ്ഞ് നിർത്താം. എന്ത് പറയുന്നത്? അതും കൂടി നിങ്ങൾ പറയട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് അങ്ങനെ നീ പറയട്ടാ. ഓക്കെ, ആയാ ഓക്കെ. എന്താ വന്നേ? റബ്ബർ ബാൻഡ് ചലഞ്ചാ? റബ്ബർ ബാൻഡ് ചലഞ്ച് ഒരിക്കൽ ചെയ്ത കളിക്ക് ചെയ്യണ്ട. ഇല്ല വേണ്ട. അതിലൊരു ഫൺ ഉണ്ടാവില്ല നമുക്ക്. വെറുതെ ബാക്ക് ചലഞ്ച് ഇല്ല. നിക്ക് മെഷീൻ എന്ത് മെഷീനാ ഇത് മോനെ? ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തതാ. ഇതെന്താ ഇതിന് കുറച്ച് ഇതൊക്കെ വേണം. ഇതെന്താ നമ്മള് ഭയങ്കര ഓക്കെ. നീ കറക്കി ഇരിക്കണം. ചില്ലി ചലഞ്ച് എന്താ സംഭവം? എടാ ചില്ലി ചലഞ്ച് മറ്റേ മുളക് തന്നെയാ. മുളകിന്റെ ചലഞ്ച് ഒന്നും വേണ്ട. അത് വേണ്ട. നമ്മൾ ഓൾറെഡി കുറേ ചെയ്തതാ. അത് വേണ്ട. അല്ല പക്ഷെ ഞാൻ ചെയ്താ നീയല്ലേ തിന്നേണ്ട. എന്ത് ചലഞ്ച് നമുക്ക് രണ്ടാൾക്ക് സ്പ്ലിറ്റ് ആയിട്ട്. അങ്ങനെയാണ് വാക്സിൻ ചലഞ്ചോ? എന്ത് വാക്സിന്റെ ചലഞ്ച്? നമ്മൾ രണ്ടാളും എടുത്തില്ലേ? റബ്ബർ ബാൻഡ് ചലഞ്ച്. കുറച്ച് മുളകും എടുത്ത്. എടാ നോക്ക്, ഒന്നെങ്കിൽ ആ ചലഞ്ച് വേണം. ചില്ലി വന്ന് ചില്ലിയിൽ ഒന്നുമില്ല. നമ്മൾ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാനാ കറക്കിയത്. റൂൾ രണ്ടാളും ഒരേപോലെ. ഇത് ഞാനാ കറക്കിയത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ചെയ്യണ സമയത്ത് നിനക്ക് അറിഞ്ഞൂടെ ഈ ചില്ലി കടിച്ചാ ഇത് നീറും? ഇത് നീ കണ്ടില്ലേ മത്സരിക്കേണ്ട കേസ് രണ്ടോ? നീ ഇത് കണ്ടോ? ഞാൻ മൂപ്പരോട് കാര്യം ഫസ്റ്റ് എന്നോട് പറഞ്ഞറിയോ? ആളുകൾക്ക് പിന്നെ നിങ്ങൾക്ക് സുഖമുള്ള പരിപാടിയല്ല നിങ്ങൾ ചലഞ്ച് എന്ന് വെച്ചാൽ എന്താ? ചലഞ്ച് എന്ന് വെച്ചാൽ അങ്ങനത്തെ സംഭവങ്ങളാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും ഇത് കൊടുത്തേ പറ്റൂ, ഇത് ചെയ്തേ പറ്റൂ. ഞാൻ പിന്നെ എന്ത് ചെയ്യണ്ട്? അപ്പൊ നീ ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരാൾ മാത്രമൊന്നുമല്ല ഗൈസ്. എടാ ഒന്ന് ചാറ്റ് നോക്കിയാ നിന്റെ കണ്ണ് കിട്ടിയൊന്നുമില്ല. ഇതിലാ വേറെ ഒന്ന് ബോത്ത് എന്ന് പറയും. ബോത്ത് എന്ന് വെച്ചാൽ എന്താ? എടാ ഞാൻ പറയുന്ന ആ ചില്ലി ചലഞ്ച് വേണോ? ഒന്നും കൂടി സ്പിൻ ചെയ്തൂടെ നമുക്ക്? നിങ്ങളുടെ അഭിപ്രായം എന്താ? കാരണം ചില്ലി ചലഞ്ച് ഇതിന്റെ മുമ്പ് കുറെ ചെയ്തതാ. എടാ എന്താ ഹെൻസ്ലർ ഗെയിമിംഗ് നീ പറയണ എന്താ? കൂടുതൽ കുണ വേണ്ടത് മോനെ. നീ നല്ല വയറ് മുട്ട തിന്നിട്ട് നീ ആ കട്ടിലിന്റെ വെറുതെ കാലിന്റെ മേലെ കാലും കയറ്റി വെച്ച മുളകില്ല, മുളക് പൊടിയുള്ളൂ. അപ്പൊ ചില്ലി ചലഞ്ച് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മുളക് പൊടിയാ? ഇതാ നോക്കെ സീരിയസ്ലി പറയാം, തമാശയല്ല. ഇത് നമ്മളെ ഇതിന് വേണ്ടിട്ടല്ല. മുളക് ഞാൻ പറയണേക്ക് മുളക് പൊടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മുളക് പൊടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിലുള്ള റൂൾസ് ഒന്നും നമുക്ക് ഒരിക്കൽ തെറ്റിക്കൂല.
കാരണം പിന്നെ ചില്ലി എന്ന് പറഞ്ഞാൽ ചില്ലി തന്നെ അത് തന്നെ ചെയ്യണം. അങ്ങനെ ഒരു കാര്യം ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ അല്ല ഇല്ല ബാക്കിയുള്ള ചലഞ്ച് എല്ലാം അങ്ങനെ തന്നെയാ. ഓക്കെ ഒന്നിങ്ങോട്ട് കയറാമ്പോ എല്ലാരും ചെയ്യണമെന്ന് പറയണേ. എസ് ബോത്ത് ഇങ്ങോട്ടേക്ക് നോട്ട് പൗഡർ. എടാ വാണ്ട നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എന്റർടൈൻമെന്റ് ആക്കണ്ടിട്ട് വെറുതെ ഭയങ്കര സീനാണല്ലോ. ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ എന്താ അറിയോ ജാസി, അവര് ചെയ്യാനാ ചെയ്യാൻ ചെയ്യണം. നീയാ ചെയ്യണ്ട, ഞാനാ കറക്കിയത്. അപ്പൊ നീ ചെയ്യണം. അതിൽ എനിക്ക് 100% ജാസി. യെസ് എന്നാ പറയുന്നത്, ബോത്ത് എന്ന് പറയുന്നത് ചെയ്യാണെ രണ്ടാളും ഒരുമിച്ച് ചെയ്യണം. സ്പിന്നെ നോക്ക് ചെയ്യാടാ. എടാ നിനക്കല്ല എന്തിന്റെ ഇതിലാടാ, ഇത് കാശ്മീരി ചില്ലി അല്ല, ഇത് സാധാ നാടൻ മുളക്. അള്ളാനെ തമാശ കളിക്കല്ലേ. നിക്ക് ഉമ്മാനെ ഞാൻ പറയാ, ഇത് തമാശയല്ല. എന്നാ ശരി ഒരു കാര്യം എന്നാ എന്തേ മോനിക്ക് എന്തെങ്കിലും പറയാനുണ്ടാ? ഇതെന്താ സാധനം എന്നറിയാ? ഇതെന്താ സാധനം എന്നറിയെങ്കിൽ നിന്റെ കണ്ണുമല അടിക്കണ്ട, നിന്റെ ഇതാ ഈടൊന്നും അടിച്ചാ മതി. അത് അടുക്കാൻ പാടില്ല. അപ്പൊ ഇത് പെപ്പർ സ്പ്രേ ചലഞ്ച് ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. ഇവൻ വെളിയിൽ പോകുമ്പോഴത്തേക്ക് പോക്കറ്റ് ഇട്ടോണ്ടോ സാധനമാണ് ഈ പെപ്പർ സ്പ്രേ. അവ എടുത്തോണ്ട് വരണോ ഒരു ഇതും ഇല്ലാതെ. എനിക്ക് പെപ്പർ സ്പ്രേ നോക്ക്. ഇത് ഞാൻ എന്നോടൊന്ന് പറയാമെന്ന് മറന്നു. ചില്ലി പൗഡർ വേണ്ട ജാസി. ഇങ്ങോട്ട് വായി ക്യാമറ മുമ്പിലേക്ക്. ക്യാമറന്റെ മുമ്പിൽ നിൽക്കൂ. ഓക്കെ ഞാൻ പറയണേക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല. അവരെന്താ പറയുന്നത്? ഇവിടെ സാധനം ഇവിടെ ഇല്ല, ഇവിടെ പച്ചമുളക് ഇല്ല. നീ പറയണ മനസ്സിലാക്കി, ഇവിടെ പച്ചമുളക് ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഇത് വെച്ച് കുറച്ച് എന്തായാലും വന്നതല്ലേ ചെയ്യാം. നിക്ക് ഇതിലൊരു പ്രശ്നമുണ്ട്. അവര് സ്പിൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നെ പേടമാനെ എന്നെ കൺവിൻസ് ചെയ്തിട്ട് എന്താ ഇവിടെ ഇരിക്കേ. ഞാൻ പറഞ്ഞതാണ് എടാ, നമ്മളൊരു ചലഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇത് വേണം ജാസി. നീ അല്ലാതെ എന്താ ചെയ്യണം? ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇവര് സ്പിൻ ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഞാൻ സ്പിന്നെന്ന് പറഞ്ഞാൽ അതിൽ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്തല്ല ഒന്നിങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നോ എക്സ്പ്രഷൻ ചലഞ്ച്, 2 salt 3 sugar, ലെഫ്റ്റ് ഓർ റൈറ്റ്, വാക്സ് ഒക്കെ നമ്മൾ ചെയ്തോ. എന്താ വേണ്ട പറ. സ്പിന്ന് എന്നെ പേടിച്ചോടും വാണോ ആര് വേണം? നീയാണ് വേണം. റെഡി ഗൈസ്, ആവേശം തിരിച്ചു വന്നിരിക്കുന്നു. ഓവറാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ചാൽ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെയാണ് ഇത്. നിൽക്ക്, ഇത് കറക്കട്ടെ. ഞാനല്ല കറക്കട്ടെ. ഇതാ ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ ഈ സാധനം കറക്കാൻ പോവാണ്. ഇനി സാധനം വേണ്ട. എന്നെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ. എന്താ സാധനം? എന്താ റബ്ബർ ബാൻഡ് ചലഞ്ച്. നീ ഇത് പിന്നെയും കറക്കുന്നുണ്ടോ? ഞാൻ കറക്കണൊന്നുമില്ല. ഇല്ല, ഈ വാക്സ് ചലഞ്ച് റബ്ബർ ബാൻഡ്. ഇത് ഒരു മിനിറ്റ് ടൈറ്റ് ആക്കട്ടെ. മാറിന്നേ. ഇത് വീണ്ടും വാക്സ് ഒന്ന് ടൈറ്റ് ആക്കട്ടെ. ഇതിലെന്തായാലും വേറെ ഒന്ന് കിട്ടും. ഞാൻ ഈ പറയുന്നത് സ്പിൻ ബോർഡ് അടക്കം എന്തൊക്കെയോ പറയുന്നുണ്ട്, വേണ്ടെന്നല്ല. എന്താ ലെറ്റർ ചലഞ്ചാ? ലെറ്റർ ചലഞ്ച് കുറച്ച് ഫണ്ണി ആയിരിക്കും. ലെറ്റർ ചലഞ്ച് എന്ന് വെച്ചാൽ ഇത് ബാക്കോട്ടേക്ക്, നീ ഇവിടെ മോനൊന്നും കൊണ്ടേക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം പറയും. പറഞ്ഞിട്ട് ആ അക്ഷരം ഞാൻ പിന്നെ ചോദിക്കുന്ന കംപ്ലീറ്റ് ചോദ്യങ്ങൾ മൊത്തം അക്ഷരത്തിൽ തന്നെ പറയണം. ഞാൻ ചിലപ്പോൾ ഒരു എന്താ പറയാ 10-15 ചോദ്യം ചോദിക്കും. എന്താ പറയുന്നത്? ഡിസ്കോഡ് കയറാം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് ഡിസ്കോഡിലേക്ക് കയറുന്നത്. ഇതും കൂടി ചലഞ്ച് കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫാസ്റ്റ് ആക്കാം. ഞാൻ ചോദിക്കട്ടെ. ഫസ്റ്റ് നീ ഇരുന്നോ. ഓക്കെ, ഞാൻ എന്ത് അക്ഷരം വെച്ച് ചോദിച്ചാലും പിന്നെ നീ പറയേണ്ട കംപ്ലീറ്റ് അക്ഷരത്തെ പറ്റിയിരിക്കും. അപ്പം തോറ്റാല് ഇപ്പൊ എന്താ ചെയ്യാ? തോറ്റാല് ഈ സാധനം കൊണ്ട് ഒരു 5 അടി. ഓക്കെ, എടുത്തുതാ ഈ സാധനം കൊണ്ട് 5 അടിന്റെ പുറത്ത് സഹിച്ചോളൂ. ഓക്കെ, അപ്പോൾ പിന്നെ അത് അടി കൊള്ളുമ്പോൾ തിരിഞ്ഞോളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എത്ര ചോദ്യം അറിയോ?
പറ. 10 ചോദ്യം ചോദിക്കും. 10 ചോദ്യത്തിൽ സ്പീഡ് പറയണം. പിന്നെ അതേപോലെ തന്നെ അതിൽ എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടി കിട്ടും. ഒന്നിന് 5 അടിയാ. 5 അടി വേണ്ട, 2 അടി. പിന്നെ ഇന്നലെ എവിടെ പോയിന് നീ? അല്ല നിനക്ക് ഫസ്റ്റ് അക്ഷരം അക്ഷരം സാ ആണ്. സാ വെച്ചിട്ട് പറയാൻ പറ്റും. ഇന്നലെ നീ അവിടെ പോയി സാഹദിന്റെ സാ. ഇന്നലെ നീ അവിടെ പോയിന് സരസൂനെ കാണാൻ. സരസൂനെ കാണാൻ ഒന്ന്. പിന്നെ സ്ഥലം എന്താ? ശംഖുമുഖം. പിന്നെ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പേരെന്താ? സാമ്പാർ. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഏതിലാ നീ പോയിനി? സൈക്കിളിൽ. പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ ചോദിക്കാനുള്ള വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഡ്രസ്സില്ലേ അത് ഏതായിരുന്നു? സിൽക്ക്. അതിന് കളറോ? സച്ച. അല്ല, സച്ച എന്നുള്ളൊരു കളർ ലോകത്തില്ല. 2 അടി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള മീനിന്റെ പേരെന്താ? ഇഷ്ടമുള്ള മീനിന്റെ പേരെന്താ? സാൽമൺ. സാൽമൺ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മൊത്തം 7 ചോദ്യമായി. പിന്നെ ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പിന്നെ ഇത് അതായത് പിന്നെ നിനക്ക് നീ വീട്ടിൽ പോവല്ലോ. വീട്ടിൽ പോകുന്ന സമയത്തിൻ്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? സേട്ടൻ, സേച്ചി. തമിഴൻ സേട്ടൻ, സേച്ചിയ. മലയാളത്തിലേ പറയാൻ പറ്റൂ. സാ ഉപയോഗിക്കണം. അണ്ണൻ തമ്പി നല്ലേടാ. നീ മലയാളി അല്ലടാ. അപ്പോൾ ഇപ്പോൾ 8 ചോദ്യമായി. 2 ചോദ്യം കൂടി ബാക്കിയുണ്ട്. പിന്നെ വേറൊരു കാര്യം നിന്നോട് ചോദിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താ അറിയോ? അതായത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പിന്നെ ഡ്രസ്സ് ഏതാ? സാരി. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. അതായത് നിനക്ക് ഏറ്റവും പിന്നെ ഇപ്പൊ നീ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് നീ ആരെങ്കിലും ഒരാളെ കാണാൻ പോവല്ലോ. അയാളിൽ നിന്ന് നീ എന്താ പ്രതീക്ഷിക്കുന്നത്? സുന്നത്ത് കല്യാണം കൂടെ. ഓക്കെ. അത്യാവശ്യം സാമാന്യതയുള്ള ഇത് ചോദിക്കണേ. അക്ഷരം വേറെ ഏതും പറയരുത്. ഓക്കെ. നിന്റെ അക്ഷരം എന്താന്ന് അറിയാമോ? പറ. പറ. ഇഷ്ടപ്പെട്ട സ്ഥലം? റൂബിഗഡ്. 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 റൂബിഗട്ടാ? 2 അടിയാ? എന്താ എന്താ 2 അടിയാ? റൂബിഗട്ടാ? ഇഷ്ടപ്പെട്ട ഫുഡ്? റവ. റവ നല്ല റവ. പിന്നെ ഇഷ്ടപ്പെട്ട വണ്ടി? പിന്നെ റോൾസ് റോയ്സർ. ഇഷ്ടപ്പെട്ട കളർ? കളറ് ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഭയങ്കര ഇഷ്ടമാണ്. റെഡ്. അത് കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന വാക്കുകളായാലും മതി. അത്യാവശ്യം സാധാരണ ഉപയോഗിക്കുന്നത്. നിന്റെ അനിയന്റെ പേര്? എൻ്റെ അനിയൻ്റെ റാഷിദ്. എന്തേ പറ. 5 എണ്ണായി. ഇപ്പം 5 എണ്ണായി. ഓക്കെ. ഇഷ്ടപ്പെട്ട വേണ്ട, ഇതെന്താ എല്ലാം ഇഷ്ടപ്പെട്ട ചോദിക്ക്. നീ എന്ത് ചോദിച്ചാൽ ഞാൻ ആരാലും പറയും. പറ ചോദിക്ക്. നിന്റെ ഏതിന്റെ ഷൂസാ നിന്റെ കയ്യിലുള്ള? എന്റേത് റോൾസ് റോയ്സിന്റെ. റോൾസ് റോയ്സിന്റെ ഷൂസാ? ഒരിക്കലും ഇല്ലാത്ത സാധനം പറയണം. റോൾസിന്റെ കൊട നീ കണ്ടില്ല? റോൾസ് റോയ്സിന്റെ കൊടയുണ്ട്, ഷൂസ് ഇല്ല. ഷൂസ് ഉണ്ടാവും. മോനെ അമീർ ഖാന്റെ കൈമര് കണ്ടിട്ടില്ല? ഇല്ല ഞാൻ കണ്ടിട്ടില്ല. എന്നാ ശരി. ഓക്കെ. അടുത്ത 6 റാ വെച്ച് ഒരു പാട്ട് പാട്. റാബിയ റാബിയ. അങ്ങനെ ഒരു പാട്ടില്ല. ഇങ്ങനെ ഇല്ല, ഇതില്ല. ഈ 2 അടി കൊണ്ടൂല. നീ കൈ എന്തോ നീ എങ്ങാ പോണ പൂരപ്പറമ്പില്ല. കൈ താഴെ ഇവിടെ അടിച്ചോ. മറ്റേ പിടിക്കണം. ഞാൻ ഓവറാക്കും. പിന്നെ നീ എന്താ കാണിക്കണ? അടുത്ത വേറെ എത്ര? 7. ഒരു കടലിന്റെ പേര്? കടലിന്റെ പേര് റൂയിസ് കനാൽ. അങ്ങനെ ഒരു സാധനം ഇല്ല. റൂയിസ് കനാലുണ്ട്. അത് കടലാണ്. റൂയിസ് കനാൽ എന്ന് പറഞ്ഞാൽ കനാലാണ് മോനെ. റൂയിസിന്റെ കനാലൊന്നുമില്ല. റൂയിസിന്റെ വീട്ടിന്റെ ബാക്കിൽ കൂടെ പോണ ഡ്രെയിനേജിനെ നീ റൂയിസ് കനാൽ. നടക്കൂല മോനെ, നടക്കൂല. ഇതിന് തെറ്റുണ്ടെങ്കിൽ റൂയിസ് കനാൽ ഇത് എവിടെയാ? ഇത് കായലല്ല, നിങ്ങൾ കടലില്ല.
ഇത് കടലിലുള്ള സ്ഥലമാണ്. ഇത് കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഒരു സ്ഥലമില്ല. എത്രയോ കിലോമീറ്റർ ചുറ്റി പോകുന്നതിന് പകരം ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംവിധാനം. നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് നോ ഇല്ല 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 ചാറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ല അടിച്ചോ ഇല്ല. അവന്റെ കനാല് അടുത്ത പിന്നെ എട്ടായി. നിങ്ങൾക്കും അറിയില്ല റോയിസ് കനാലും അറിയില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇത് ചോദിച്ചടാ. ഞാൻ ഇനി എന്താ രണ്ട് ചോദ്യം എന്താ ഇവന്റെ അടുത്ത് ചോദിക്കുക? രണ്ട് ചോദ്യം എന്താ ഞാൻ ചോദിക്കുക? ഇഷ്ടപ്പെട്ട മൃഗം. ഇഷ്ടപ്പെട്ട മൃഗം ആ ഞമ്മക്ക് അത് ഇംഗ്ലീഷിൽ പറയാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. മലയാളത്തിൽ പറയണം. റാബിറ്റ് ആയിക്കൂടെ? മലയാളത്തിൽ പറയണം. ഇഷ്ടപ്പെട്ട മൃഗത്തിന് മൃഗം എന്ന് പറഞ്ഞാൽ അത് റാബിറ്റ് ഒന്നും മൃഗമല്ല. അങ്ങനെയുണ്ട്. റായല്ലേ? ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് റിസാഫ്. അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പ് രണ്ടടിക്ക് നീ 3 അടി അടിച്ചിന്. അത് ഇതിനെ കൊണ്ടോ ഇതിന്റെ ഒരടി എന്ന് പറഞ്ഞാൽ മറ്റേ 4 അടിക്ക് തുല്യ. ഓക്കെ കഴിഞ്ഞില്ലേ? ഇല്ല 9 ആയിട്ടുള്ളൂ. ഒരു ചോദ്യം എന്താ തീരാത്ത? അതുണ്ട് അത് ചോദിക്കണ്ട. ആ പെട്ടെന്ന് കിട്ടും. വേറൊരു ചോദ്യം ചോദിച്ചേ. എന്തോ പറയോ? എന്താ കോമരം തുള്ളുന്ന നീ? പെട്ടെന്ന് ഒരു ചോദ്യം. എന്താ ഞാൻ പറയും? ഇഷ്ടപ്പെട്ട വേണ്ട. എന്താ പറ? വീട്ടിലാരൊക്കെ ഉണ്ട് മോനെ? എന്റെ വീട്ടിലാ? എന്റെ വീട്ടില് ഇപ്പൊ നമുക്ക് സാധാരണ അക്ഷരം ആയല്ലേ. എന്റെ വീട്ടിൽ എന്ന് വെച്ചാൽ റാഷിദ് ഉണ്ട്. റാഷിദ് അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? റാഷിദ് ആരാ? അങ്ങനെ റാഷിദാ? ഇത് ഇങ്ങനെ ഒറ്റ ചോദ്യം. പേരല്ലേ ചോദിച്ചാ? എനിക്ക് പേരറിയണ്ട. ചോദ്യം എങ്ങനെയാണ്? ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതിന് നീ എന്നെ അടിക്കാൻ പാടില്ല തമിഴ് പറഞ്ഞെന്നും പറഞ്ഞ് മാറി. എടാ ഞാൻ ഒന്ന് റാഷിദ് പറഞ്ഞു. ഇതെന്താ ഫൗളാ? അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ ഗൈസ്, പ്ലീസ് വെൽക്കം ബാക്ക്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കോഡ് റിയാക്ട് ചെയ്യാൻ പോവാണ്. ഇത് ഇങ്ങനത്തെ ഇനി സ്പിന്നിങ് ബോർഡൊന്നും ഈ അടുത്ത കാലത്ത് കൊണ്ടുപോകുന്നു നമ്മൾ കൊണ്ടുവരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഗൈസ്. വേറെ എന്തൊക്കെയാണ്? DC പറയുന്നുണ്ട്. ജാസി ബ്രോ, റാംബോ ബ്രോ എന്താ പറയുന്നത്? ജാസി ബ്രോ, റാംബോ ഈ ഫുട്ബോൾ റാംബോ ചെയ്തു തരാം. ഫുട്ബോളിലൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ സ്പിൻ മോനെ. ഇനി സ്പിന്നില്ല, കാരണം ഡിസ്കോഡ് പറഞ്ഞു ഓൾറെഡി നമ്മൾ ഇത് ചെയ്തിരുന്ന കാര്യം കുറെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടപ്പാവും. ഇനി വേണ്ട, എന്തിനാണ് ആ സ്പിന്ന് മൊത്തം കറക്കിത്തിരിക്കുന്നത്? ഇനിയും വരും ലൈവുകളിൽ നമുക്ക് എന്താക്കാം അതിന്റെ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് മോനെ. ഒരെണ്ണം കൂടെ ഉണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ് ഇനി സ്പിൻ വീലിൽ ഒരെണ്ണം കൂടെ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോ ഇല്ല. ലെഫ്റ്റ് ഓർ റൈറ്റിൽ എന്താ സംഭവം എനിക്ക് മുമ്പിൽ എടുത്തിരിക്കും, ബേക്കിന്ന് 2 സാധനത്തിൽ കാണിക്കും. അപ്പൊ കാണിക്കുന്നത് ഈ പറഞ്ഞ കൈപ്പൊക്കിയും ചെറുനാരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാ. ഉപ്പ്, പഞ്ചസാര, ചെറുനാരങ്ങ, പഴം. എടാ അത് വേണ്ടടാ. എടാ ഇത് നമുക്ക് DC വരെ. DC-യിൽ എന്തെല്ലാം ഉള്ളത്? DC-യിൽ ഒന്നുമില്ല. ലെഫ്റ്റ് ഓർ റൈറ്റ് വേണോ മുത്തേ? ലെഫ്റ്റ് ഓർ റൈറ്റ് വേണോ? സ്പിന്ന്. നിന്റെ പിരാന്ത പൊട്ട. ലൈവ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടില്ല നീ ഓവറായിട്ട് എന്തല്ലോ കാണിക്കുന്നത്. അത് നിനക്കാണ് അല്ലെങ്കിൽ വരുന്നെങ്കിലോ? എടാ നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞാൻ പറയണം. അപ്പൊ ഇവ എന്നെ അടിക്കണ്ട നോക്കടാ. ഞാനൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് സമർപ്പിക്കുകയാണ്. ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് ചെയ്യാൻ പോ. ഒന്ന് മോനോട് ഇരിക്കും. തുടക്കത്തിൽ ആരാ ഇത് എന്താ സംഭവം അറിയാണ്ട? ഒരു കാര്യമില്ലാതെ എന്താ അറിയാണ്ട നീ ഇത് പറ. അല്ലാ മോ എന്റെ മോൻ എന്റെ 10 അടിക്ക് തുല്യ നിന്റെ ഒറ്റ ചവിട്ട്. ഇതാ പറഞ്ഞാ ഞാൻ ഇങ്ങനെ ഇരിക്കണം. എടാ ഒന്ന് പോയിട്ട് ഒരു ഉപ്പും പഞ്ചസാരയും 2 സ്പൂണിലാക്കി കൊണ്ടുവന്നു. ഈ കസേര എടാ പൊട്ടിക്കല്ല, അടി കിട്ടും. ഇല്ല. ദാ അപ്പോൾ ഗൈസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സാധനങ്ങൾ കൈമലുണ്ട്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നെക്കാട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ശരി. ഇതാ ഇത് വെക്കും, ലെഫ്റ്റ് ഓർ റൈറ്റ് ചോദിക്കും. അപ്പോൾ ഏത് പറയും? റൈറ്റ്. അപ്പോൾ റൈറ്റിലുള്ള നിന്റെ അണ്ണാക്കിലേക്ക് തരും. അടുത്തത് വേറെ 2 സാധനം ലെഫ്റ്റ് ഓർ റൈറ്റ് പറയും. അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിച്ചായിരുന്നു. എന്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് അപ്പം തന്നെ കഴിച്ചാ പോരെ? മിക്സ് ചെയ്ത് കഴിക്കണം, അങ്ങനെയല്ല അതിന്റെ രീതി. മിക്സ് ചെയ്യണ? മിക്സ് ചെയ്തിട്ട് നീ എല്ലാം കുടിക്കോ? നീ എന്താ പറയുന്നത്? അല്ല പിന്നെ മിക്സ് ചെയ്യാതെ എങ്ങനെ? മിക്സ് ചെയ്യണ്ട, മിക്സ് ചെയ്യണ. ഞാൻ പറയുന്നത് അതെല്ലാം ഓരോ കഷ്ണാക്കാം, എന്നിട്ട് അങ്ങ് ഒറ്റയടിക്ക് ചവച്ചങ്ങ് തിന്ന്.
എല്ലാം കൂടെ എല്ലാം ഓരോന്നും ഓരോ പ്രാവശ്യം തിന്നണം, എല്ലാം മിക്സിംഗ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കള്ളക്കളി കാണിക്കാൻ പറ്റൂല, നിന്നോട് അതാ എനിക്ക് ആദ്യം പറയാനുള്ളത്. നീ ബാക്കിൽ നിന്ന് ഒന്ന് കാണിച്ചിട്ട് നീ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. നിന്നോട് എനിക്ക് അതാ പറയാനുള്ളത്. അപ്പൊ ഇതുണ്ട്, പിന്നെ ഇതിന്റെ മുനുവിനെ ഈ കൂട്ടത്തിൽ വിശ്വാസം മുനെ വരാൻ നീയാണ് ഇതിന്റെ മോഡറേറ്റർ. ഓക്കെ, നീ ലെഫ്രി ആണ്, നീ അല്ലതാ. ഇതാ നമുക്കുള്ള നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യ സംഭവം എന്ന് പറഞ്ഞുതരാം. പഞ്ചസാരയും പിന്നെ പഞ്ചസാരയും ഉപ്പും ഒന്നിലുണ്ട്. പിന്നെ കൈപ്പയ്ക്കും പഴവും ഉണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ പഴം ജ്യൂസ് കിട്ടും. പിന്നെ ജ്യൂസ് ഒന്നുമില്ല, അപ്പം തിന്നല. പിന്നെ തക്കാളിയും ചെറുനാരങ്ങയും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാസ്ക് പിന്നെന്താ വേണ്ടത്? ഈ മുട്ടായിന്റെ ഒപ്പം എന്താ കൊടുക്കുക? ഓറിയോ ബിസ്ക്കറ്റ് മുട്ടായി. ഓറിയോ ബിസ്ക്കറ്റ് മുട്ടായി, അത് രണ്ടും മധുരല്ലേ? നമുക്ക് മുളക് പൊടി ഓറിയോ സൈസ് അല്ല, കണ്ണിൽ മറ്റേ സാധനം ഇട്, കണ്ണിൽ മറ്റേ ടാങ്കിയോടാ. ഇത് ഞാനിത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. അതിനുള്ള സാധനം ജാസി സെറ്റാക്കിന്. ജാസി ആരാന്നാണ്? ജാസി ഇതെല്ലാം മുൻകൂട്ടി കാണൂലേ. എടാ മറ്റേ സാധനം എടുത്തു. ഞാൻ രണ്ട് മാസ്ക് ഇടാം. 2 മാസ്ക് ഇട്ട് എന്തായാലും കാണൂല. ഓക്കെ, ഞാൻ നേരത്തെ വേറൊരു സാധനം എടുത്തിന്, പക്ഷെ അത് കാണുന്നില്ല. ഓക്കെ കാണൂലല്ലോ. മിക്സ് ആക്കി കൊടുക്കണം എന്ന് പറയുന്നത്. മുന്നും കൂടെ നീ നിന്റെ കണ്ണിലിട്ടാലേ വിശ്വാസം വരും. ഇത് കാണുന്നുണ്ടോ? 2 മാസ്ക് ഇട്ടിട്ടുണ്ട്, കാണുന്നുണ്ടോ? ആട് ചില്ലി പൗഡർ അങ്ങനെ നിങ്ങൾ പറയല്ലേ. ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാണുന്നില്ലല്ലോ. ഇവന്മാര് ബാക്കിൽ വേണ്ടി പലതും ചെയ്യും. ഈ ജാസി എന്ന് പറയണവൻ പലതും ചെയ്യും. മോൻ ഇല്ലടാ, ഞാൻ എന്തിനാണ് എനിക്ക് ഇത് കാണുന്നില്ലല്ലോ. ഇത് കാണുമോ? നിനക്ക് നീ ആദ്യം ഇട്ട് നോക്കിയാ മിക്സ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കോഡ് കയറി കുറച്ച് ഇതും കൂടി കണ്ടിട്ട് നമുക്ക് പരിപാടി എടുത്താടാ. ഓക്കെ, നല്ലൊരു ഓറിയോ ഷേക്ക് കുടിക്കാം. ഓറിയോ ഷേക്ക് കലക്കി തരാടെങ്കിൽ. അപ്പൊ മുനു, ഈ ഓറിയോന്റെ ഒപ്പം നമുക്ക് കോംബോ ആയിട്ട് എന്താ കൊടുക്കാൻ പറ്റുക? പേസ്റ്റ്. അപ്പൊ പേസ്റ്റ് എടുത്തു, ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അല്ല, പേസ്റ്റ് ഒന്നും തിന്നാൻ പറ്റൂല. പേസ്റ്റ് പല്ലിയൊക്കെ ഉള്ളതാ. പേസ്റ്റ് അല്ലടാ, നമ്മള് പണ്ടൊക്കെ എത്ര പേസ്റ്റ് തിന്നതാ, നമ്മൾ ഇറക്കലില്ലേ? അല്ല, ഞാൻ ഇല്ല, ഉണ്ട് കുറെ പേസ്റ്റ് നമ്മൾ ഇറക്കും. അപ്പൊ ഇതിന്റെ ഒപ്പം വേറെ നമുക്ക് കൊടുക്കാൻ പറ്റുക? പേസ്റ്റ് എടുത്തോടാ, കുറച്ച് പേസ്റ്റ് എടുത്തോ. പിന്നെ ഈ മുട്ടായിന്റെ ഒപ്പം എന്താ കൊടുക്കാൻ പറ്റുക? ഞാൻ കണ്ണു തുറന്ന വെച്ചിട്ടുള്ള, പക്ഷെ എനിക്ക് കണ്ണൂടാ. എടാ ദൈവത്തിന് നിക്ക്, ഒരു കാര്യം ചെയ്യാം. നിക്കേ, ഞാനിപ്പം വരാം. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം. മുട്ട മുട്ടയൊന്നും വേണ്ട. മുട്ട എനിക്ക് അവിച്ച മുട്ട വേണം. മുട്ടയാണെങ്കിൽ അവിച്ച മുട്ട വേണം. ഇല്ലെങ്കിൽ എനിക്കൊരു ഓംലേറ്റ്. എടാ ഇതെന്താ തിരിഞ്ഞു പോണ? ഞാൻ എന്റെ നേരെ മുട്ട ഓറിയാണ് നമ്മൾ കോംബോ ആയിട്ട് വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മുട്ടായി. ഈ മുട്ടായിന്റെ ഒപ്പം നമ്മൾ കോംബോ കൊടുക്കുന്ന ചില പേസ്റ്റ് ആട്ടോ. പേസ്റ്റ് ആദ്യം ഇവൻ തന്നെ അടിക്കട്ടെ. അഖിലേ, അല്ല ഒന്ന് മിക്സി എടുത്തിട്ട് വരും. മിക്സിയും ആ വലിയ ജാറും, മിക്സിയും ജാറൊക്കെ ഇട്ട് ജ്യൂസ് അടിക്കോ? ഓ നല്ല ജ്യൂസ് അല്ലേ, ഓറിയോ ഷേക്ക്. അപ്പൊ നമ്മള് പിന്നെ തുടങ്ങിയല്ലേ മോനെ, തുടങ്ങിക്കൂടെ? നിക്ക്, നീ അടുത്ത് മാറി ഇതെല്ലാം വെക്കട്ടെ, സെറ്റ് ആക്കട്ടെ. ശരിയാ, നീ കേട്ടത് ശരിയാ. കാട് ഇളക്കി വരണ കൊമ്പനെ പിടിച്ചത് ശരിയാ. നീ കേട്ടത് ശരിയാ. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങാൻ പോവാണേ. നമ്മള് തുടങ്ങാൻ പോവേണേ. ഒറ്റ മിനിറ്റ്. ജാസി ഇപ്പം വരുന്നതായിരിക്കും ചാറ്റ്. അപ്പൊ എന്താ പിന്നെ നിങ്ങൾ പറ, എന്താ വേറെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? കണ്ണ് കെട്ടി വെച്ചിട്ടാണ് വിഷയം ചോദിക്കുന്നത്. നിങ്ങളെ ഇത് പ്രകാരം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ചിൽ ഏതാണോ ഒരാൾ ചൂസ്, മൈക്ക് എടുത്തു, ഒരാൾ ഏതാണോ പറയുന്നത് അയാൾക്ക് നല്ല ഷെയ്ക്ക് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവാണ്. ശരീരത്തിന് നല്ല. ഇതിൽ നമുക്ക് തിന്നാൻ പറ്റാത്ത പേസ്റ്റ് ഒന്ന് മാറ്റണോ? എടാ, ഈ മുട്ടയും പേസ്റ്റിൻ്റെ ഒപ്പം കോംബോ. പേസ്റ്റ് മാറ്റിയാൽ ബാക്കിയെല്ലാം തിന്നാൻ പറ്റുന്ന സാധനം. പേസ്റ്റ് തിന്നാല് പേസ്റ്റിന്റെ പകരം നമുക്ക് ഒരു മുളക് എടുക്കാം. ഒറ്റ മുളക്, ഒരു മുളക് ഇല്ല. വേറെ ഇല്ലേ, വേണ്ട. പേസ്റ്റ് ആണ്, പേസ്റ്റ് നമ്മൾ. അപ്പൊ ഗൈസ്, നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റാംബോ അല്ലേ? റാംബോ ഒന്ന് കണ്ടു. എനിക്കൊരു കാര്യം മാത്രമേ പറയാവുള്ളൂ മോനെ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇതില്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇങ്ങനെ പിടിക്കൂ. ജാറ് നിന്റെ കൈമത്തിൽ ജാറെടുത്തു. ഇത് നീ കൈമ പിടിക്കുക. ഇവിടെ പിടിച്ച ഇത് കാണുന്നുണ്ടല്ലോ. ഇതിങ്ങനെ പിടിക്കുക. ഇതിലേക്ക് നോക്ക. നിൽക്കുക ഒരു മിനിറ്റ്. 2 മാസ്ക് എടുത്തു. ഇത് ഇതിന്റെ മുകളിൽ കൂടെ ഇട്ടെ.
അല്ല മോളിൽ കൂടെ ഇട്ട് എന്താ എന്നെ അല്ല നീ പിന്നെ നിനക്ക് പണ്ടേ എനിക്ക് വിശ്വാസമില്ലാത്ത ഇനി ഇതിനെയും കാട്ടി എന്റെ കണ്ണൂത്തി പൊട്ടിയിട നായ. ഓക്കെ ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ കളി നിനക്ക് ഉള്ളി ഓ ചാറ്റ് എന്താ അടിപൊളിയാ. വലിയ ഉള്ളി ഉണ്ട്, വലിയ ഉള്ളി ഒന്ന് എടുത്തിട്ട് അല്ലാ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് തരണേ. എടാ പെട്ടെന്ന് ചെയ്യാൻ പറ, തുടങ്ങാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുട്ടൻ്റെ ഒപ്പം കോംബോ കൊടുക്കാൻ പോകുന്ന ഉള്ളി ഇതാട്ടാ പേസ്റ്റ് മാറ്റി ഉള്ളിയാക്കിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാം തിന്നാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ റൂള് പറഞ്ഞില്ലേ, ഈ സാധനങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ചോദിക്കും. ഓക്കെ നീ എന്തിനീ കുമരം കുത്തുന്നത്? ലെഫ്റ്റ് റൈറ്റ് പറയും. അപ്പോൾ 1 2 3 4 5 കോംബോ സാധനങ്ങളാണ്. ഈ മിക്സി എടുത്തു, മിക്സി അവിടെ വെച്ചില്ലേ. ഓക്കെ മിക്സിയിൽ നമ്മൾ ഇടും, ജ്യൂസ് അടിക്കും, അപ്പം തന്നെ കൊടുക്കും. ഇല്ല അപ്പം തന്നെ കൊടുക്കണമെങ്കിൽ രണ്ടാൾ ഒരുമിച്ച് കുടിച്ചാൽ മതിയോ? അല്ല 2 ഗ്ലാസ് എടുത്തരുമോ? അല്ല അടിച്ചിട്ട് വെക്കാം, നിന്റേത് വേറെ എന്റേത് വേറെ. വേണ്ട ഓരോ ആൾക്കാരെ ഒരുമിച്ച് കുടിക്കാം, അതാവുമ്പോ അടിപൊളി. വേണ്ട നീ എന്നെ പറ്റിക്കും. ഓക്കെ എനിക്ക് അത് നോക്കിയിട്ടില്ല. ഓക്കെ റെഡി ആയാ? തുടങ്ങാൻ പോവാണേ. ഇത് തുടങ്ങാൻ പോവാണേ. നിന്റെ ആ പിടിച്ചില്ലേ? ഇതൊക്കെ നീ തിരിയും. ഓക്കെ ആയാ? പക്ഷെ കള്ളം ഇല്ലടാ, ചാറ്റ് കാണുന്നില്ലേ മുന്നു? ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് പിന്നെ ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് സ്റ്റാർട്ടഡ്. ഓക്കെ അല്ല ഇത് ഒരു മിനിറ്റ്, ലെഫ്റ്റ് ഇതല്ലേ? എന്റെ റൈറ്റ് ഇതാ. ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റ് റൈറ്റ്. ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്, അങ്ങനെയല്ലല്ലോ. ഇത് ലെഫ്റ്റ്, തിന്നുന്ന കൈ ലെഫ്റ്റ്, തിന്നുന്ന കൈ ലെഫ്റ്റ്, മറ്റേ കൈ റൈറ്റ്. കഴുകുന്ന കൈ ലെഫ്റ്റ്, തിന്നുന്ന കൈ ലെഫ്റ്റ്, ഇവിടെ ചന്തി കഴുകുന്ന കൈ റൈറ്റ്. ഓക്കെ നീ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കും എല്ലിന്ന്. ഇത് ലെഫ്റ്റ് ഭാഗല്ലേ അല്ലേ? ഓക്കെ സാധനം കിട്ടി. എന്നാ ശരി റൈറ്റ്. അല്ലടാ തിന്നുന്ന കൈയാണ്. തമാശ കളിക്കല ഓവർ. എനിക്ക് സത്യം എനിക്ക് വലത്തും അടുത്ത് മാത്രം ഈ ലെഫ്റ്റ് റൈറ്റ് അറിയാം. മുനുവിന് അറിയാലോ. ഓക്കെ നീ ഇങ്ങനെ ആകെ കാണിച്ചാൽ മതി. നീ നേരെ ഇരിക്കാൻ പറഞ്ഞ എന്നെ എങ്ങനെയെങ്കിലും ഇരുത്ത്. ഇല്ല നേരെ നീ ഓക്കെ. നീ ഒന്ന് പൊന്തിച്ചുടിച്ചാ പൊന്തിച്ചുടി. ഓക്കെ ഇതൊന്ന് പൊക്ക്, ഈ കാര്യം ഒന്ന് പൊക്ക്. ഇത് നീ ഇരുന്നോണ്ട് താന്നതാണ്, ഇത്രയും കിൻഡൽ കണക്കിനില്ല. ഓക്കെ ഇരുന്നോ. ഓക്കെ ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓക്കെ നിൽക്കേ. കള്ളക്കളിയില്ലേ മോനെല്ലാം ചാറ്റ് കാണുന്നുണ്ട്. പണ്ടൊരു നാളിൽ കുഞ്ചൻ നമ്പ്യാർ പഠിക്കാൻ പോയ. ഓക്കെ അപ്പോൾ ഫസ്റ്റ് കോംബോ കഴിഞ്ഞ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഓക്കെ ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. തിന്നോ തിന്നോ. ഓക്കെ നിൽക്കേ. അടുത്ത ലെഫ്റ്റ് ഓർ റൈറ്റ്? അഗൈൻ ലെഫ്റ്റ്. ഓക്കെ കിണ്ണിക്കൊരു പുടി എല്ലാരും വാങ്ങ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. അതെന്തോ കനത്തിലുണ്ട്, എന്തോ തിന്നാൻ പറ്റിയ സാധനമാണ്. ഓക്കെ നീ കണ്ണുറക്കല്ലേ? ഇല്ലടാ ഞാൻ അങ്ങനെയൊന്നും കാണിക്കൂല. നിൽക്കേ. കണ്ണുറക്കാൻ പാടില്ല ഒരു രീതിയിലും. കണ്ണുറക്കരുതേ. തീരാറായ നിൽക്കേ. തൊണ്ട വരളുന്നു. എല്ലാം ഇത് കഴിഞ്ഞ് നിൽക്കേ. എടാ കുറച്ച് വെള്ളം ആ കുപ്പിയിലൊന്ന് വെള്ളം എടുത്താ. പാലൊഴിച്ചടിയടാ. പാലില്ലേ? പച്ചവെള്ളം. എനിക്കും നിനക്കെല്ലാം പച്ചവെള്ളം. ഇല്ല പാലൊഴിച്ചടി കിടിലൻ ടേസ്റ്റ് ആയിരിക്കും.
പാലൊഴിക്ക്. ഓക്കെ നീ കണ്ണിങ്ങനെ വെക്ക്. ഞാൻ അടിക്കട്ടെ. പാലൊഴിച്ചടി. എനിക്ക് പാലല്ല സർബത്ത് അടിക്കുന്നു. നിക്ക്. ഓക്കെ ഓടേണ്ട ഓടിത്താളെ നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കരുതേ. പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമനത്തൊരുമ നൽകാം. ഓക്കെ 2 ക്ലാസ് റോഡാണ് ാടയാളം ചീമക്കൊന്ന പച്ചരിച്ചോറുണ്ട് റോഡാണ് അടി മോനെ. ഓ സെറ്റ്. എന്താ ശരിക്കും നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. പാടാം ഓക്കെ നമുക്ക് പാടാം ഇനിയും ഒരു പ്രേമഗാനം പാടാം നമുക്ക് പാടാം ഇനിയും ഒരു പ്രേമഗാനം. I am singing a song the fly. ഇത് ഫുള്ള് കുടിക്കണേ, നല്ലൊരു രുചിയായിരിക്കും. ഓക്കെ ഇനി എനിക്ക് തുറക്കാലോ. അല്ല ഇനി തുറക്ക്. ഇല്ലല്ലോ, ഒന്ന് മുമ്പോട്ടിരിക്കും. നീ ഇതങ്ങോട്ട് ബാക്കോട്ട് വന്നു. എന്നെ ആരോ കൊണ്ടിരുത്തിയതാണ്. ഇത് ഫുള്ള് കുടിക്കണം. ഫുള്ള് കുടിക്കണം ഇല്ലേ പകുതിയാക്കണോ? നോക്ക്. കണ്ണ് തുറക്കട്ടാ. എന്തിനാ എന്നെ പൂട്ടിയിട്ടേക്കണ? കണ്ണ് തുറക്കണോ? കണ്ണ് തുറക്കണോ തുറക്കണ്ടേ? നിങ്ങൾ പറ. തിന്നാൻ പറ്റാത്തൊരു സാധനം. ഓപ്പൺ അല്ലേ? നിക്ക് ഒരു മിനിറ്റ്. എന്താ പറയണേ? അങ്ങ് കിട്ടി പാടടി കുഞ്ഞിപ്പെണ്ണേ നീ, എൻ കുഞ്ഞിപ്പെണ്ണേ നീ. നോ 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 നോ. എന്താ? ഇല്ലേ വേണ്ട. തുറക്കണം എന്ന് പറയുന്നുണ്ടല്ലേ? ഓക്കെ 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 വിട് എടുത്ത. കുഞ്ഞിപ്പെണ്ണേ നിന്നെ കാണാൻ നല്ല ഷെയ്ക്ക് കുടിക്കാലോ. ഒന്ന് ഫ്രണ്ടോട്ടിരിക്കുമേ, ഒന്ന് ഫ്രണ്ടോട്ടിരിക്കും. ഓ അപ്പോൾ റാംബോ കുടിക്കാൻ പോവാണ്. മണക്കൊന്നും ചെയ്യില്ല, മൂക്ക് പൊത്തു പോവാനെ. ഇതിൽ എന്നാ ശരി ഓക്കെ. നിന്റെ ഷെയ്ക്കാണ്, നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുടിച്ചോ. ഇത് സത്യം. കുടിക്കാൻ പറ്റാത്ത ഒരു, നീ ചാറ്റന് നോക്കുന്നേ, ചാറ്റങ്ങനെ പലതും പറയില്ലേ? സത്യ കുടിക്കാൻ പറ്റാത്ത ഒരു സാധനം ഇല്ല. ആഡ് ചെയ്തില്ല. ഒരു പ്രിസർവേറ്റീവോ കെമിക്കൽ കണ്ടന്റോ യാതൊന്നുമില്ല. കുടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സമാനം പറയാ. ഞാൻ ഈ ഡ്രസ്സിൽ ഇട്ടിട്ടാ പറയുന്നു. കുടിച്ച നീ പറഞ്ഞതേ നമ്മൾ ആഡ് ആയിട്ടുള്ളൂ. എങ്ങനെ കുറച്ച്? അതന്നെ. ഓറി ഇതെന്താ കുടിക്കണ്ട കുറച്ച്? ഇതെന്താ അപ്പം തന്നെ പോയി? എത്ര അടിപൊളി. നമുക്ക് ചലഞ്ച് നിർത്താലേ? വാ എടാ, ഇതിൻ്റെ ഇപ്പോൾ ഉള്ളി വേണം. ഒരു പകുതി ഉള്ളി എടുക്കും. ഇതിൻ്റെ കോമ്പോ ഉള്ളി തീർന്നിട്ടാണ്. ബാക്കിയുള്ള എല്ലാ കോമ്പോ ഉണ്ട്. വേറെ ഒന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് കൊല്ലാൻ നോക്കണ നീ എന്നെ. എടാ നീ പറഞ്ഞത് ആഡ് ചെയ്തല്ലോ, പിന്നെ നീ എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? നീ എന്തിനാ കുറ്റം പറയുന്നത്? നീ പറഞ്ഞതല്ലേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. നീ പറയാത്ത യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തില്ല. ഇതിൽ കോംബോ ഇല്ല. നിനക്ക് കോംബോ ഇല്ല. ഇല്ലേ റാംബോ അല്ല, നിനക്ക് തിരിയൂല. മുട്ടന്റെ ഒപ്പം ഉള്ളി നീ തീർന്നിട്ടാളെ. പിന്നെ അല്ല മുട്ട ഉള്ളി തിന്നാൻ പറ്റുന്നതാണ്. ഞാൻ റാംബോക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. റാംബോക്ക് ഞാൻ അങ്ങനെ തിന്നാൻ പറ്റുന്ന സാധനമാവണം. ഞാൻ റാംബോക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഒരു രീതിയിലുള്ള പക്ഷാപാതം ഇതിൽ പാടില്ല. ഓക്കെ, ഈക്വലി നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കില്ലേ ശിവനെ പോലെ മൂന്നാമതൊരു കണ്ണുണ്ട്, അദൃശ്യ കണ്ണെന്ന് പറയാം. അതായത് മായാലോകങ്ങളുള്ളതും
പിന്നെ ഒരു പക്ഷേ മനുഷ്യന് അസാധ്യമാകാത്ത രീതിയിലുള്ള പല കാഴ്ചകളും എനിക്ക് എന്താക്കാൻ പറ്റും, എൻ്റെ ജ്ഞാനസിദ്ധിയിലൂടെയും പല രീതിയിൽ ഞാൻ ഗ്രഹിച്ചെടുത്ത പല ഗ്രന്ഥങ്ങളിലെ അറിവുകളിലൂടെ എനിക്ക്, അതുകൊണ്ടല്ലേ ഇതൊന്നും എനിക്ക് സീനുള്ള പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തുടങ്ങാൻ നമുക്ക് കുടിക്കാലോ, നല്ല പരിപാടിയാണോ, ഓറിയോ ബിസ്ക്കറ്റ് പഞ്ചസാര പാലും കൂട്ടി അടിക്കാലോ, നല്ല രുചിയാണ്, നല്ലൊരു രുചിയാണ്. തൂമഞ്ഞേ മായല്ലേ ആകാശം കാണല്ലേ, ഞാനൊന്നും മരിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, ഞാനൊരു പാവാണേ മോനെ. കൊണ്ടുവാ എടാ തിന്നാൻ പറ്റുന്ന റാമ്പോ, ഞാൻ നിന്റെ ഒരു സാധനവും തിന്നാൻ കഴിക്കാത്ത, അത് നമ്മള് ഒരു മോശമാണ് ഫുഡിനോടും. ഇല്ല മോനെ കഴിക്കാൻ പറ്റുന്ന നീ പറയണ സാധനങ്ങൾ മാത്രമേ ഇടുള്ളൂ. ഞാൻ പറയുന്നതല്ല, അല്ല ഞാൻ പേസ്റ്റ് നിന്റെ ഉണ്ടായി, ഞാൻ നമ്മൾ ഒഴിവാക്കിയതാ. കാരണം എന്താ അറിയാം, അത് ഓഡിയൻസിനോട് നമ്മൾ ചെയ്യുന്ന മോശം. ഓക്കെ ഏട്ടാ റാമ്പോ, ആ പറയുന്ന കേൾക്കുന്നുണ്ടോ? അങ്ങനെ നീ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശം ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് മുമ്പോട്ടേക്ക് പോവുക. ആ എനിക്ക് ഭയങ്കര ദഹനത്തിന്റെ പ്രശ്നമുണ്ട്. എന്താ മോനെ ചൊട്ടിയെല്ലാം നോക്കുന്നു, കൈ എന്ത് നോക്കാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കാണും, വെറും ഇരുട്ടിന്റെ നിഗൂഢതയിൽ. ലെഫ്റ്റ് ഇതാ ഈ ഞാൻ കൈ വെക്കും, ലെഫ്റ്റ് അല്ലേ ജാറിടാ ജാറിതാ. കണ്ണോർക്കാൻ പറ്റുവാ? ഇല്ല കണ്ണൂർന്ന തലക്ക് കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും നായിന്റെ മോനെ. ഇതിലെന്താ വെള്ളണ്ടാ? ഞാൻ പറഞ്ഞോളൂ, ഞാൻ പൊന്തിക്കും. ലെഫ്റ്റ് റൈറ്റ്? ഓ പറഞ്ഞല്ലോ. ഒന്നുകൂടി പറയട്ടോ, മാറ്റി വെച്ചാലോ? ലെഫ്റ്റ്. 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 അടുത്ത ഒരു മിനിറ്റ്. നിന്റെ ഇതോ ഇവിടെ നടക്കൂലേ? ഇല്ല ഇനി കുലുക്കൂല. ഇത് ഇവിടെ നടക്കൂലേ നിന്റെ? ഇനി കുലുക്കൂല. ഓക്കേ, ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓ വെരി സിമ്പിൾ, റൈറ്റ്. റൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഓക്കെ അല്ലേ? പിന്നെ നീ മുത്തുമണിയല്ലേടാ. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം പ്രോട്ടീൻ ഷേക്ക്. വെൽക്കം ടു ജാസീസ് ഫുഡ്. ജാസീസ് ഫുഡ്. ഓക്കെ എല്ലാവരും വാങ്ങോ. വെൽക്കം ടു ജാസി ഫുഡ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓ ഇത് വെരി ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. Right. Yeah. Very nice question, bro. Very nice question, brother. ഓ പൊട്ടിക്കുന്നുണ്ടോ സാധനാണ് ഇത്. നീ പൊളിക്കും മോനെ, പഞ്ചസാര കൊണ്ട് നീ ഇന്ന് കുടിക്കും. പാക്കറ്റിൽ പൊളി സാധനം. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഇത് റൈറ്റ്. Right. I am answer right. Whoa. Right. Okay. Dun. മോനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ജ്ഞാനശക്തിൻ്റെ ചില കാര്യങ്ങൾ എനിക്കുണ്ട്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല സാധനങ്ങൾ തന്നെയല്ലേ? എടാ നീ പൊക്കിയത് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് പറ്റൂല. പൊക്കിയത് എന്നല്ല, പൊക്കിയാൽ ചിലപ്പോൾ നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലാ. ഗൈസ് ഓഡിയൻസ് ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് മാറ്റണം. എന്ത് ഓഡിയൻസ് എന്ത് പറയാ? അവര് കറക്റ്റ് അല്ലേ പറഞ്ഞ? തിന്നാൻ പറ്റാത്ത ഒരു സാധനം ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഭക്ഷണത്തിനോടോ നമ്മളോടും ചെയ്യുന്ന വളരെ പറ്റാത്തതായിട്ടൊന്നുമില്ല. മോനെ തിന്നാൻ പറ്റാത്ത അവരെ എടുത്ത് തിന്നാം. ഇല്ല തിന്നാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. തിന്നാൻ പറ്റാത്തതായിട്ടൊന്നും ചെയ്യല്ലേ റാംബോ. തിന്നാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ള? മുനവ്വിറെ, ഈ വീട്ടിൽ സത്യസന്ധനും കുലീനയുമായുള്ള ഒരാൾ നീ ഉള്ളൂ. തിന്നാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിലുള്ളേ, അല്ലെങ്കിൽ ഇപ്പം മാറ്റണം. തിന്നാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? തിന്നാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രമേ എന്റെ കയ്യിൽ. ഒരു ഞാനും നിന്റെ പേസ്റ്റ് ഉണ്ടായിട്ട് പേസ്റ്റ് വരെ എടുത്ത് കളഞ്ഞു. ഇല്ലടാ അതൊന്നും ഞാൻ ഇട്ടില്ല. റൈറ്റ് ഓർ ലെഫ്റ്റ്? യോ ഇത് റൈറ്റ്. ലെഫ്റ്റ്. യാ ഓക്കെ. യോ അല്ല ഇതെന്താ? ഇത് 4-5 ആയല്ലോ. ഇതിപ്പോ കൊറേ ആയല്ലോ. തീർന്ന് എന്താ കൈമല് ഉറ്റിയല്ല? കൈമല് എന്തിട്ടാ? എന്തോ ഒരു പൊടി. ഇത് സാധനം എനിക്ക് കിട്ടി. ഓക്കെ, എന്താ വെള്ളം ഉണ്ടോ?
തൂ അമ്പലപ്പുഴ എന്ന് കണ്ണനോടു നീ നന്നനന്നനേ നനനനന്നനന്നേ യോ കളിക്കുന്ന കളിയെല്ലാം കാണണ്ട അതുപോലെ കളി പൊളിയാണ് കണ്ണനോടു നീ എന്തു പരിഭവം എന്നിനോടു നീ എന്ന് നന്നനൻ നനനന്നനേ പുഴ കണ്ണനോടു നീ എന്ത് പരിഭവം എന്തു നേരം. ഓക്കെ, പിന്നല്ല എന്തൊക്കെയുണ്ട് സാധനം റെഡിയാണോങ്കിൽ കുടിക്കാമല്ലോ മോനെ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് എത്തിയോ അടിച്ചിട്ട് പൊളിക്കാമല്ലോ. ഓക്കെ, സെറ്റായാ? പിന്നെ സെറ്റായാ? സെറ്റായാ? ഓക്കേ. ഇതെന്താ ഇതെടുക്കടാ? പിസ്താ ഷേക്ക്. പച്ച കളറിലുണ്ടല്ലോ. പെട്ടെന്ന് കുടിക്കണം. ആദ്യം കുടിക്ക്. പച്ച വരാനെന്താ? മുനുവിന്റെ അലമേരിന്ന് പിസ്ത ചെറുനാരങ്ങ പിസ്തട്ടാ പൊളി തന്നെ. ഓക്കെ, നീ നിന്റെ മൊത്തം കുടിച്ചില്ല നീ? പിന്നെ പക്ഷെ ഞാൻ നിന്നെ പോലെ ഒരു ഊമ്പിയ ഒരുത്തനല്ല. എന്താ എടാ പിസ്തയല്ലേ? അപ്പൊ ഗൈസ് പിസ്താ ഷേക്ക് കൊടുത്തിട്ടുണ്ട്. പിസ്ത ഡി ജമാനിയോ പിസ്ത. കുഴപ്പമില്ല. പിസ്തയിൽ ഇത്തിരി ഉപ്പിട്ടതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല മോനെ. ഉപ്പ് പിസ്തയാണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാൾട്ടി പിസ്തയാണ്, സാൾട്ടി പിസ്ത. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ കുടിക്കാൻ പാടില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. കുടിക്കാൻ പറ്റുന്ന നല്ല ദ്രവ്യങ്ങൾ, നല്ല ഭക്ഷണ വസ്തുക്കൾ മാത്രം തന്നെയാണ് അതിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. തെറ്റ് സാധനം എടാ ഞാൻ എന്താ ഇട്ടാ? ജീരകം തെറ്റുള്ള സാധനമാണോ? മൈസൂർ പാവ് തെറ്റുള്ള സാധനമാണോ? പിന്നെന്താ ഉപ്പ് തെറ്റുള്ള സാധനമാണോ? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു കാര്യവുമില്ല. ഊമ്പിയ പരിപാടി എടുക്കരുത് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ നിന്നൊന്നും ചെയ്യൂല. പക്ഷെ നീ ഊമ്പിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം തിന്നാൻ പറ്റും. എടാ ഇവന്റെ അല്ല നിക്ക് എടാ ഇത് മറ്റേ ചെറുതാക്കൂലേ? സ്ക്രീൻ ചെറുതാക്കി ഒരു മിനിറ്റ് സ്ക്രീൻ ചെറുതാക്ക്. അല്ല ഇതിലിട്ടവർ കാണാൻ പറ്റുമോ? പിന്നെ ഓക്കെ, ഒന്ന് ബാക്ക് അടിച്ചാ ഇവർക്ക് ഞാൻ അങ്ങനെ ഒന്നും എന്തെങ്കിലും ഇട്ടത് എന്താ ഇട്ടത്? ഇപ്പൊ നീ തുടങ്ങിയില്ലല്ലോ. ഇത് നോക്ക് എന്താ ഇങ്ങോട്ട് എടാ എന്ത് പാവയ്ക്ക് ഇടണോ നോക്കിയോ? നീ പറഞ്ഞല്ലോ, നീ പറഞ്ഞ പാവയ്ക്ക് ഇട്ട് പാക്ക് കുഴപ്പമില്ല. സോസ് അല്ല ജീരകം കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അടുത്തെന്താ? ജീരകം ഇട്ട് വേറെ ഏതാ പറഞ്ഞില്ലേ?
എന്നോട് പീനട്ട് ബട്ടർ അല്ലടാ എന്റെ സൈഡിലെ റൈറ്റ് അല്ല ജാസി റൂൾസ് എല്ലാവർക്കും ഒരേപോലെ. അത് നീ വലുതാണെങ്കിലും ഞാൻ ചെറുതാണെങ്കിലും എല്ലാം ഒരേപോലെ. സോറി ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യമായിട്ട് മാറിയത് കണ്ടിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ നീ എന്നെ വീട്ടിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് മുനവ്വിറാണ്. മുനവ്വിറിനെ വിശ്വസിച്ചിട്ട് ഞാൻ ഒരു മിനിറ്റ് ബാക്ക് അടിച്ച നോക്ക്, ഞാൻ കണ്ടിട്ടില്ല. നീ നോക്കിയേ, ഞാൻ അവിടെ നോക്കതാ. എടാ എന്താ ഇത്? ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറയാ. ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് നീ വളരെ മോശം പ്രതികരണമാണ് ഇപ്രാവശ്യം നിന്റെ മിസ്റ്റേക്ക്. ഓൻ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിക്ക് അടുത്ത വേറെ എന്തെല്ലാം പരിപാടികളും ചെയ്തില്ല. അതിലിപ്പോ ഞാൻ പീനട്ട് ബട്ടർ ഇട്ടിരുന്നിട്ട് അത് കിട്ടി. ഇതിലെന്താ പറയുന്നത്? നിക്ക ഇത് സൗണ്ട് എടുത്തു. സൗണ്ട് നീ പോക്കിയാടാ, നീ സൗണ്ട് പോക്കിയാടാ. നീ എന്നെ എന്താ ഞാൻ എന്താടാ ജാസി ചെയ്തത്? റൈറ്റ് ഏതാ? ഉപ്പ് എന്റെ റൈറ്റ് ഇതല്ലേ മോനെ? നിക്ക് നീ അല്ല നിന്നെ ഉപ്പ. ഓക്കെ ഓക്കെ. അടുത്തെന്താ? അടുത്ത അത് എന്തിനാ പീനട്ട് ബട്ടർ ഇട്ട സമയത്ത് അതെനിക്ക് മാറിപ്പോയത്. എനിക്ക് ഈ പണിഷ്മെന്റ് നീ ഏറ്റെടുത്തു. ഒന്നെണീക്ക്, അല്ല ഞാൻ അടിച്ചില്ല. ഒന്നെണീക്ക്. ഞാൻ പറഞ്ഞു ചെയ്യണം. ജാസി നീ എന്നെ അടിച്ചില്ലേടാ? അത് മതിയാ? എന്നാ ഓക്കെ, ഇങ്ങോട്ട് മതി. ഓക്കെ. ഇനി നീ ഇതെല്ലാം ശ്രദ്ധിക്കണേ. കാരണം ഈ വീട്ടിൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ മുനവ്വിർ മുന്ന. ഈ മുനവ്വിർ മുന്ന ഇങ്ങനെ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ വലുതാക്കി. കുഴപ്പമില്ല. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ഇതാക്കിയിരിക്കും. അടുത്ത പ്രാവശ്യം പിന്നെ അപ്പൊ ഗൈസ് വേറെന്തല്ല? എന്താ ലെഫ്റ്റ് വാസ് ബനാന ഒന്നും അല്ല. അത് നോക്കിയോ വേണമെങ്കിൽ. നീ പാവയ്ക്കല്ലേ ആദ്യം പറഞ്ഞു? നീ കണ്ടതാണല്ലോ പാവയ്ക്ക് പറയണത്. ബനാന അങ്ങനെയൊന്നും അല്ല. ഒരു മിനിറ്റ് എടാ, നീ എന്താണ് ഇങ്ങനെ? നമ്മളൊരു ചലഞ്ച് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം. അങ്ങനെ ഇല്ല. നീ ബനാന അല്ല, നീ പാവയ്ക്കയെ പറഞ്ഞ ജാസി. ഒരു മിനിറ്റ് മിണ്ടല്ല. മുത്തം കട്ട ഉരുണ്ട ബാങ്കിങ് കട്ടെ മിണ്ടല്ല. നാനും നോക്കട്ടെ. ബി പക്കുട്ടി ഒന്നും മിണ്ടാതിരിക്കൂ. സ്ക്രീന് ഇത്ര നേരത്ത് കണ്ടില്ല നിങ്ങൾ. സോറി. ഒരു നീ നോക്കണേ. മിണ്ടല്ല. ഇതാണ് റിയൽ പർച്ച്. ലെഫ്റ്റ് ഏതാ? ലെഫ്റ്റ് പാവയ്ക്കാണോ ബനാനയാണോ? പാവയ്ക്ക. ഞാനതല്ല, ഞാൻ പറഞ്ഞു പറ. ലെഫ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ലെഫ്റ്റിലുള്ള പാവയ്ക്കോ ബനാനയോ? പാവയ്ക്ക. എടാ അങ്ങനെയല്ല, ഇവിടുന്ന് നോക്ക്. അല്ല നിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതാ. ഇതിപ്പോ എന്റെ ഈ ഭാഗത്ത് ഇതാകുമ്പോ ക്യാമറ ഇങ്ങനെ. നീ കൺഫ്യൂഷൻ ആക്കല്ല. എന്താ പറ? ഇതെന്താണ് നിനക്ക് വരെ തിരിയുന്നില്ല? ഇത് ഇവിടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് മോനെ. നിക്ക് ഓഡിയൻസ് പറ. എനിക്കിതിൽ ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. ലെഫ്റ്റിൽ ഏതാ മോനെ? ലെഫ്റ്റിൽ ഏതാ? ബനാനാണ്. ഏയ് ബനാനെ ഒരു പൂ തരാമോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവൻ കൈപ്പങ്ങ. അപ്പൊ നിക്കേ ബനാന. ഒരു മിനിറ്റ്. നീ പിന്നെ മാറ്റി. ഒരു മിനിറ്റ്. മിണ്ടല്ല. ഇപ്പൊ ലെഫ്റ്റില് ബനാനയാളെ. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ മാറ്റിയില്ലേ? ഇപ്പം കൈപ്പക്കല്ലേ? ലെഫ്റ്റ് കൈപ്പൊക്കെ തന്നെയല്ലേ? അപ്പൊ ശരിയല്ലേ? ശരിയാ. എടാ നിങ്ങൾക്ക് കാണുന്നത് മാറിപ്പോണോണ്ടാ. ഇവിടെ നിക്കുമ്പോഴത്തേക്ക് കൈ വേറെയാടാ. നിങ്ങൾ റാംബോന്റെ ഭാഗത്ത് ഒരുവിധ തെറ്റില്ല. പക്ഷെ നീ വേറെ പ്രശ്നമുണ്ട്. നീ മറ്റേ ജീരകത്തിൽ നീ എന്നെ അടിച്ചില്ലേ? മാറ്റിയോ? ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ഓക്കെ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
ഓക്കെ എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണ? പക്ഷെ നീ എന്തിനാ ചെയ്ത് കുഴപ്പമില്ല. ഓക്കെ ഏ തൂമഞ്ഞേ മായല്ലേ ഇവിടെ ആകാശം കാണല്ലേ നിങ്ങൾ കാണുന്നത് തിരിഞ്ഞാ. റാംബോ ഇല്ലേന്നാ, അത് കുഴപ്പമൊന്നുമില്ല. റാംബോന്റെ മുത്ത. ഓക്കെ റാംബോ ഇല്ലെങ്കിൽ ജാസി ഇല്ല, ജാസി ഇല്ലെങ്കിൽ റാംബോ ഇല്ല. നമ്മളങ്ങനെ ഒന്നിച്ച് ചേർന്ന് വളർന്ന ആൾക്കാരാണ്.